കൊള്ളാവുന്ന ഒരു രാഷ്ട്രീയ പരിസരമുള്ള നാട്ടിൽ, വർഗീയ വിരുദ്ധ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുന്ന നാട്ടിലുള്ളവർക്ക് പ്രശ്നം വന്നാൽ പോക്കറ്റിന്റെ കനം നോക്കാതെ ഓടിക്കൂടുന്ന ഗണത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഇഞ്ചപ്പരുവത്തിൽ തല്ലിച്ചതയ്ക്കുന്ന, കണ്ടാൽ ഏതൊരാൾക്കും നെഞ്ചു പൊളിയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് ഇന്നേക്ക് 6 പകലും രാത്രിയും കഴിഞ്ഞിരിക്കുകയാണ്. നാട്ടിലുള്ള പ്രമുഖർക്ക് സർക്കാർ ചെലവിൽ പായസം നൽകുമ്പോൾ കർണപുടം പൊട്ടിയെങ്കിലും കള്ളക്കേസിൽപ്പെട്ടില്ല എന്ന നേർത്തൊരാശ്വാസത്തിൽ മാത്രമാണ് അന്നു രാത്രി സുജിത്ത് എന്ന ആ യുവാവ് കിടന്നുറങ്ങിയിട്ടുണ്ടാവുക. നാടാകെ കണ്ട ആ കാഴ്ച പക്ഷെ നാടിന്റെ ആഭ്യന്തരമന്ത്രി കണ്ട മട്ടില്ല. സുജിത്തിന് പിന്നാലെ പീച്ചിയിൽ ഔസേഫും, കൊല്ലത്ത് സജീവും, കോഴിക്കോട്ട് മാമുക്കോയും മുസ്തഫയും മുസീഫും, പത്തനംതിട്ടയിൽ ജയകൃഷ്ണനും കേരള പോലീസിന്റെ മനോവീര്യത്തിന്റെ ചൂടറിഞ്ഞ കഥ പുറത്തും വന്നു കഴിഞ്ഞു. പത്തനംതിട്ടയിലൊരു പഴയ SFI നേതാവ് പറയുന്നു, 13 ആണ്ടായിട്ടും നീതി തേടി അലയുന്നതിന്റെ കഥ. CCTVകൾ കാഴ്ചക്കാരായി മുകളിലുണ്ട് എന്ന ബോധ്യത്തിലും സ്റ്റേഷനിൽ എത്തുന്നവർക്ക് മേൽ കൈക്കരുത്തു കാട്ടുന്നവർ കാക്കിയിട്ട് നികുതിപ്പണം വാങ്ങി വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ചാനലുകാരെ കാണാതെ, മാധ്യമങ്ങളിൽ മുഖം വരാതെ ഇനിയും എത്രയോ പേർ ഇതിലും വലിയ കഥകൾ പറയുന്നുണ്ടാകുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി നാട്ടിലുണ്ട്. പൊതുപരിപാടികളിൽ അദ്ദേഹം രാഷ്ട്രീയം പറയുന്നുമുണ്ട്. പക്ഷേ ജനത്തെ ഇഞ്ച ചതയ്ക്കും പോലെ ചതയ്ക്കുന്ന ജനമൈത്രി പോലീസിനെപ്പറ്റി അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. നവകേരള യാത്രയിലെ രക്ഷാപ്രവർത്തകരെ പോലെ അഴിഞ്ഞാടിയ കാക്കിക്കൂട്ടത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രി രക്ഷാകവചം തീർക്കുകയാണോ? ക്രിമിനൽ പോലീസുകാർക്കെതിരെ റിപ്പോർട്ടുണ്ടായിട്ടും പട്ടും വളയും കിട്ടിയവരാണ് ഏറെ. ഭരണത്തിലെ അവസാന വർഷത്തിലെ വികസന വേഗത്തിലാണിപ്പോൾ സർക്കാർ. ഏമാന്മാരോട് ന്യായം പറയാനില്ല എങ്കിൽ പിന്നെന്തിനാണൊരു ഇടത് സർക്കാർ എന്ന് അണികളെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറയണ്ടേ? അടികിട്ടി ജനം പിടയുമ്പോൾ മൗനം സമ്മതമോ എന്നതാണ് ചോദ്യം. ഇന്നും CPM-ൽ നിന്നും പ്രതിനിധിയില്ല. പകരം റജി ലൂക്കോസ് ഇടത് സഹയാത്രികനാണ്. മുസ്ലിം ലീഗിൽ നിന്നും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അഡ്വക്കേറ്റ് CR നീലകണ്ഠൻ സാമൂഹ്യ നിരീക്ഷകൻ, ജയകൃഷ്ണൻ തണ്ണിത്തോട് കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായ SFI മുൻ നേതാവാണ്. ആദ്യം ഞാൻ ജയകൃഷ്ണനിലേക്കാണ് പോകുന്നത്. ജയകൃഷ്ണൻ, ഇപ്പോൾ കസ്റ്റഡിയിലെ പോലീസ് അതിക്രമങ്ങളുടെ കാഴ്ചകൾ ഓരോന്നോരോന്നായി ഇങ്ങനെ പുറത്തു വരികയാണല്ലോ. ജയകൃഷ്ണന് മർദ്ദനമേറ്റത് 2012-ലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് UDF ഭരണകാലത്ത് നടന്ന ആക്രമണത്തിൻ്റെ വിവരങ്ങളാണ് അങ്ങേക്ക് പറയാനുള്ളത്. അന്ന് ഒരു മന്ത്രി അടൂർ പ്രകാശിന്റെ നിർദ്ദേശാനുസരണം അടികിട്ടിയെന്നടക്കമുള്ള ചില ആരോപണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ വർഷം ഇത്ര കഴിഞ്ഞല്ലോ. താങ്കൾ നൽകിയ പരാതി, ആ പരാതി എത്രത്തോളം മുന്നോട്ട് പോയി? മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ 2 ടേമുകളായി ഇടതുപക്ഷം ഭരിക്കുകയാണ്. പരാതിയിൽ എന്തെങ്കിലും നടപടി ഉണ്ടായോ? എൻ്റെ പരാതി 2012-ലാണ് ഞാൻ കൊടുക്കുന്നത്. അന്ന് UDF ഗവൺമെൻറ്റാണ് അധികാരത്തിലുള്ളത്. അന്ന് ഈ പരാതി ഞാൻ അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. അതിനുമേലൊരു മറുപടി കിട്ടിയില്ല. DGPക്ക് കൊടുത്തു, മറുപടി കിട്ടിയില്ല. മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തു. മനുഷ്യാവകാശ കമ്മീഷൻ്റെ മറുപടിയായിരുന്നു ഏറെ വിചിത്രകരം. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞങ്ങൾ ഈ കേസ് പരിശോധിച്ചു, താങ്കൾക്ക് മർദ്ദനം കിട്ടിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷേ ഞങ്ങൾക്ക് ഇതിനകത്ത് ഈ തൽക്കാലം ഒന്നും ചെയ്യാൻ കഴിയില്ല, താങ്കൾ കോടതിയെ സമീപിക്കുന്നതാണ് നല്ലതെന്നാണ് അന്നത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്നോട് നേരിട്ട് പറഞ്ഞത്. അങ്ങനെ ഗവൺമെൻറ് ഏജൻസികൾക്കെല്ലാം ഞാൻ പരാതി കൊടുത്തു. അത് പരാജയമാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുന്നത്. കോടതിയെ സമീപിച്ചു. അങ്ങനെ കോടതി ഈ പ്രതിക്കെതിരെ കേസെടുക്കാൻ വേണ്ടി തയ്യാറായി. അന്ന് തൊട്ട് ഞാൻ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസും നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ ഈ വിഷയങ്ങളാകെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞാൻ പരാതി കൊടുത്തു. ആ പരാതിയിന്മേൽ അദ്ദേഹം അന്നത്തെ DGPക്ക് അന്വേഷണത്തിനായി ഉത്തരവ് കൊടുത്തു. അങ്ങനെ പത്തനംതിട്ട അന്നത്തെ SP ആയിരുന്ന ബഹുമാനപ്പെട്ട ഹരിശങ്കർ സാറിനെ ഈ കേസ് അന്വേഷിപ്പിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി. ഹരിശങ്കർ സാർ ഈ കേസ് വളരെ മാതൃകാപരവും ആത്മാർത്ഥമായി ഈ കേസ് അന്വേഷിച്ചു. ഈ കേസിന്മേൽ ഒരു അന്വേഷണ റിപ്പോർട്ട് അദ്ദേഹം അന്നത്തെ DGP ആയിരുന്ന സെൻകുമാർ സാറിന് സമർപ്പിക്കുകയുണ്ടായി. പക്ഷേ സെൻകുമാർ സാർ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇത് പ്രതിയെ സഹായിക്കുന്നൊരു നിലപാടാണെന്ന് സ്വീകരിച്ചത്. അദ്ദേഹം ഈ മധുബാബുവിനെതിരെ 1-2 ആക്ഷേപമല്ല, നിരവധി ആക്ഷേപങ്ങളുണ്ടെന്നുള്ള നല്ല ബോധ്യം അന്നത്തെ DGPക്കുണ്ട്. അദ്ദേഹം ഈ പരാതി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഈ പരാതി മധുബാബു ട്രൈബ്യൂണലിൽ നിന്നൊരു വിധി സമ്പാദിച്ചു. ട്രൈബ്യൂണലിൽ ഒരു കേസ് ഫയൽ ചെയ്തു. അപ്പോൾ ട്രൈബ്യൂണലിൽ ഒരു കേസ് ഫയൽ ചെയ്തു. ആ ട്രൈബ്യൂണലിൽ നിന്നുണ്ടായ ഉത്തരവ് DGPക്ക് ഈ വിഷയത്തിൽ
ഒരു നടപടി സ്വീകരിക്കാമെന്നാണ് ആ ട്രൈബ്യൂണലിൽ ഉത്തരവുണ്ടായിരുന്നത്. ഇപ്പോൾ DGP എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ എൻ്റെ കേസ് നിൽക്കുന്ന കാരണത്താൽ വകുപ്പ് തല നടപടികൾ ഒന്നും എടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണ് DGP ചെയ്തത്. തത്വത്തിൽ DGP ഇതിനകത്ത് ചെയ്തത്, സെൻകുമാർ സാർ തത്വത്തിൽ ചെയ്തത്, ഇത് പ്രതിയെ സഹായിക്കുന്ന നിലപാടാണ് അന്ന് സ്വീകരിച്ചത്. ഒരു ഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ ഉദാഹരണത്തിന് ഫോഴ്സിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഒരു കൊലപാതകം നടത്തി. കൊലപാതകം നടത്തിയാൽ കോടതിയിൽ കേസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫോഴ്സിനകത്ത് നിന്ന് നടപടി ഉണ്ടാകാതിരിക്കുമോ? ഒരിക്കലും ഉണ്ടാകാതിരിക്കില്ല. ഫോഴ്സിൽ നിന്ന് ഉറപ്പായ നടപടി ഉണ്ടാകും. പക്ഷേ എൻ്റെ കേസിനകത്ത് സെൻകുമാർ സാർ വളരെ വിചിത്രപരമായ ന്യായം പറഞ്ഞുകൊണ്ട് ഫോഴ്സിന് തന്നെ അപമാനകരമായ പ്രവൃത്തിയാണ് മധുബാബു ചെയ്തതെന്ന റിപ്പോർട്ടുണ്ടായിട്ടും അന്ന് അദ്ദേഹം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയും ഇതിന്മേൽ നടപടി ഉണ്ടാകാതിരിക്കുകയും ചെയ്തു. പക്ഷെ ഞാനത് അറിയുന്നില്ല. ഇപ്പം എന്നെപ്പോലും സാധാരണക്കാരന് DGP ഓഫീസിൽ ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത് ഒരു കാരണവശാൽ എന്നെപ്പോലും സാധാരണക്കാരൻ അറിയുന്നില്ല. ഞാൻ ആ കേസിൻ്റെ തുടർച്ച എന്നവണ്ണം ഇങ്ങനെ നിരന്തരമായി കോടതികളിൽ പോകുന്നു, ഇതുമായി ബന്ധപ്പെട്ട് പരാതികളുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത സമയത്താണ് ഞാൻ എൻ്റെ കേസിന്മേൽ ഒരു അന്വേഷണ റിപ്പോർട്ട് DGP ഓഫീസിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ DGP ഓഫീസിൽ ഞാൻ വിവരാവകാശം കൊടുക്കുന്നു. വിവരാവകാശം കൊടുക്കുമ്പോഴാണ് എനിക്ക് റിപ്പോർട്ട് 2 മാസങ്ങൾക്ക് മുമ്പാണ് എനിക്ക് റിപ്പോർട്ട് കിട്ടുന്നത്. എന്തോ എപ്പോഴാണ് താങ്കൾ? 2 മാസങ്ങൾക്ക് മുമ്പാണ്. 2 മാസങ്ങൾക്ക് മുമ്പ്. ശരി, പറഞ്ഞോളൂ. 2 മാസങ്ങൾക്ക് മുമ്പാണ് റിപ്പോർട്ട് കിട്ടുന്നത്. 2 മാസങ്ങൾക്ക് മുമ്പ് വിവരാവകാശം കൊടുക്കുന്നു, എനിക്ക് മറുപടി ലഭിക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി ഇന്നിപ്പോൾ ഒരു റിപ്പോർട്ടുണ്ട്, എന്നെ മർദ്ദിച്ച കേസിനകത്തിൽ പ്രതിക്കെതിരെ വകുപ്പുതല നടപടിയെടുക്കണം അല്ലെങ്കിൽ ശിക്ഷിക്കണം എന്നുള്ള റിപ്പോർട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പറയുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് കണ്ടത്. അദ്ദേഹം പറഞ്ഞു, വളരെ അനുഭാവപൂർവ്വം തന്നെ പറഞ്ഞു, ഇത് ഞങ്ങൾ പരിശോധിക്കാം. അത് പരിശോധിക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൊട്ടാരക്കര റൂറൽ SP ഇത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി. അദ്ദേഹം ഒരു മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ മൊഴിയും മറ്റു രേഖകളും എൻ്റെ നിന്ന് നേരിട്ട് കൈപ്പറ്റുകയും മൊഴിയെടുക്കുകയുമാണ് ചെയ്തത്. അതാണ് എൻ്റെ കേസിൽ നിലവിലത്തെ സ്ഥിതി. ശരി, അങ്ങ് പറഞ്ഞതുപോലെ നേരത്തെ ജില്ലാ പോലീസ് മേധാവി DGPക്ക് നൽകിയ റിപ്പോർട്ട്, അതിൻ്റെ പകർപ്പ് താങ്കൾക്ക് കിട്ടിയത് എനിക്കും കിട്ടിയിട്ടുണ്ട്. താങ്കൾ ഈ കേസിൽ പ്രതിയായിരുന്നില്ല, എന്നാൽ പിന്നീട് ടിയാനയും പ്രതിപ്പട്ടികയിൽ ചേർക്കപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അവസാന ഭാഗത്ത് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. താങ്കളുടെ മുഖത്തും പരിക്കേറ്റതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാലയളവിൽ പത്രമാധ്യമങ്ങളിൽ പരാതിക്കാരൻ പോലീസ് മർദ്ദനം സംബന്ധിച്ച വാർത്തകൾ വന്നിരുന്നു. പരാതിക്കാരൻ കുറച്ചുനാൾ തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളതാണ്. മധുബാബുവിനെയും ഗോപകുമാറിനെയും പ്രോസിക്യൂട്ട് ചെയ്യാനായി പരാതിക്കാരൻ നൽകിയ അപേക്ഷ ബഹുമാനപ്പെട്ട അഡീഷണൽ ചീഫ് സെക്രട്ടറി നിരസിച്ചിട്ടുള്ളതാണ്. മധുബാബുവിനും ഗോപകുമാറിനെതിരെ പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ളതും ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലുള്ളതാണ്. അവസാനം പറയുന്നുണ്ട്, ഈ പ്രവൃത്തി, ഈ പോലീസുകാരുടെ പ്രവൃത്തി, ഗോപകുമാറിന്റെയും മധുബാബുവിന്റെയും പ്രവൃത്തി അതീവ ഗുരുതരമായ അധികാര ദുർവിനിയോഗവും അച്ചടക്ക ലംഘനവും പോലീസ് സേനയുടെ സൽപ്പേരിന് തന്നെ കളങ്കവുമാകിയാൽ ടിയാമാരുടെ പേരിൽ കർശന അച്ചടക്ക നടപടികൾ സ്വീകരിക്കാനായി ഈ റിപ്പോർട്ട് സമർപ്പിച്ചുകൊള്ളുന്നു. ഇത് ഏത് വർഷമാണ് ഈ റിപ്പോർട്ട് വരുന്നത്? 2016. 2016 അങ്ങ് നൽകിയ പരാതിയിൽ അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി പ്രവർത്തിക്കുന്നു, DGPക്ക് റിപ്പോർട്ട് നൽകുന്നു. താങ്കൾ പറയുന്ന സെൻകുമാർ, കുറച്ചു കാലയളവിലേ സെൻകുമാർ ഉണ്ടായിട്ടുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കണം DGP ആയി. അതിനുശേഷം അദ്ദേഹം പോയല്ലോ. അതിനുശേഷം അതിൻ്റെ പുരോഗതി നടന്നിട്ടുണ്ടാകുമെന്ന് അങ്ങ് കരുതി. പിന്നീട് ഇപ്പോൾ വീണ്ടും ഇതിന്മേൽ അന്വേഷണം നടത്താനാണ് പറയുന്നത്. അതായത് അന്ന് ജില്ലാ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ട് വിശ്വാസത്തിലെടുക്കുന്നില്ല, ഇനി വീണ്ടും ഒരു അന്വേഷണത്തിലേക്കാണ് പോകുന്നത്. അങ്ങയുടെ അനുഭവം ഇതാണ്. താങ്കൾക്ക് 2012 നടന്ന സംഭവമാണ്. 2023 വിവിധ പോലീസുകാരുടെ ഭാഗത്തു നിന്നും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെ യുവ നേതാവിനുണ്ടായ അനുഭവമുണ്ട്. വേറെ പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. CPMലെ ലോക്കൽ സെക്രട്ടറിയുടെ അനുഭവം, കഴുത്തിന് പിടിച്ച അനുഭവം പറയുന്നതും കഴിഞ്ഞ ദിവസം കണ്ടു. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഇന്ന സർക്കാർ ഉണ്ടാകുമ്പോൾ പോലീസ് കൂടുതൽ പ്രവർത്തിക്കുന്നു, മോശമായി പ്രവർത്തിക്കുന്നു, ഇന്ന സർക്കാർ ഉണ്ടാകുമ്പോൾ നന്നായി പ്രവർത്തിക്കുന്നു എന്ന രൂപത്തിലാണ് അങ്ങ് കാണുന്നത്? അതോ ഇത് പോലീസിന്റെ ഒരു ശൈലിയായി മാറുന്നു, അതിന് തടയിടാൻ ഒരു സർക്കാരിനും കഴിയുന്നില്ല എന്നുള്ളതാണോ? താങ്കളുടെ മനസ്സിലാക്കൽ എന്താണ്? എൻ്റെ വിഷയത്തിൽ ഇപ്പോൾ അടുത്ത സമയത്തുണ്ടായ പ്രശ്നങ്ങളിൽ നിന്ന് നേരെ വ്യത്യസ്തമാണ്. എൻ്റെ പ്രശ്നത്തിൽ എനിക്ക് 19 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ സംഭവം ഉണ്ടാകുന്നത്. അന്ന് ഞാൻ SFIയുടെ കോന്നി ഏരിയ സെക്രട്ടറിയാണ്. അന്ന് കോന്നി എന്നുള്ള ജനപ്രതിനിധി അടൂർ പ്രകാശാണ്. അന്ന് അദ്ദേഹം മന്ത്രിയാണ്. അടൂർ പ്രകാശിനെ പോലും കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ
കോൺഗ്രസ് നേതാവ് കോന്നിയിലെ ജനപ്രതിയായിരിക്കുമ്പോൾ സ്വാഭാവികമായും കോന്നിയിലെ കോളേജുകളിൽ SFI ആണ് ഭരിക്കുക. അപ്പോൾ അതിനെ SFIക്ക് ആ കോളേജ് യൂണിയൻ കിട്ടാതിരിക്കാനുള്ള എന്ത് മാർഗവും അടൂർ പ്രകാശിനെ സംബന്ധിച്ച് സ്വീകരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ളത്. അങ്ങനെയാണ് അടൂർ പ്രകാശിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അടൂർ പ്രകാശിന് വേണ്ടി എന്തു പരിപാടിയും ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അത് പകല് പോലെ വെളിച്ചവും അന്ന് ആ കാലയളവിലെല്ലാം വലിയ വാർത്തയാവുകയും ചർച്ചയാവുകയും എൻ്റെ അറസ്റ്റും എൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടൂർ പ്രകാശിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയാണ്. അപ്പോൾ എൻ്റെ കേസിനകത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസിലെ ഏറ്റവും പ്രമുഖനായ ഇന്നത്തെ UDF കൺവീനറായ അടൂർ പ്രകാശിന് നിർദ്ദേശാനുസരണം ചെയ്തതാണ് എൻ്റെ കേസ്. പക്ഷെ ഇപ്പോഴുണ്ടായിരിക്കുന്ന കേസ് അങ്ങനെയല്ല. ഇപ്പോഴുണ്ടാക്കുന്ന കേസ് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശത്തിനനുസരിച്ചോ ഉണ്ടായതല്ല. പോലീസിനകത്തെ ക്രിമിനൽസ്, ഇപ്പോൾ നമുക്കറിയാം നിരവധിയായ ക്രിമിനൽസ് ഉണ്ട് പോലീസിനകത്തിൽ. ആ പോലീസിനകത്തിലെ ക്രിമിനൽസ് അവർക്ക് യഥേഷ്ടം ചെയ്യാം, എന്തും ചെയ്യാം എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ആ ചെറുപ്പക്കാരെ ആകെ മർദ്ദിക്കുന്ന ചെറുപ്പക്കാരെന്നല്ല ഏതൊരാളെയും മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പോലീസിലെ ക്രിമിനൽസിനെയാണ് കണ്ടെത്തേണ്ടത്. ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് 108ഓളം വരുന്ന പോലീസിലെ ക്രിമിനൽസിനെ പോലീസിൽ നിന്ന് ഒഴിവാക്കിയത്. ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പൊ അത്തരം നവീകരണങ്ങൾ കേരളത്തിലെ പോലീസിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇന്നും അതിലും അപകടകാരികളായ മധുബാബുവിനെ പോലെയുള്ള എന്തും ചെയ്യുന്ന ഒരു പോലീസ് ക്രിമിനൽസ് ഇന്നും കേരളത്തിലെ പോലീസിനകത്തുണ്ട്. അതുകൊണ്ട് അത്തരം ക്രിമിനൽസിനെ കണ്ടെത്തണം, അവർക്കെതിരെ നടപടി. ജയകൃഷ്ണൻ തണ്ണിത്തോട് പ്രൊമോഷൻ കിട്ടിയത് ഏത് കാലത്താണ്? അദ്ദേഹം ഇപ്പോൾ DYSP ആണല്ലേ? അത് മധുബാബുവിന് പ്രൊമോഷൻ കിട്ടുന്നതിന്റെ കാരണം എൻ്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ അന്വേഷണ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട DGPയുടെ അടുത്ത് ചെല്ലുന്നു, സെൻകുമാർ സാറിൻ്റെ അടുത്ത് ചെല്ലുന്നു. DGP എന്താന്ന് ചോദിച്ചാൽ എൻ്റെ പരാതി, എൻ്റെ കേസ് പത്തനംതിട്ടയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കൊടുത്ത പരാതിന് മേലുള്ള അന്വേഷണ റിപ്പോർട്ട് നടപ്പിലാക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നു. സ്വാഭാവികമായും അത് മധുബാബുവിന് സഹായകരമാകുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെ ഇങ്ങനെ സഹായകരമായി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടുക എന്നുള്ളത് വളരെ എളുപ്പത്തിലുള്ള കാര്യമാണ്. ഇത് ഫോഴ്സിനകത്ത് നടക്കുന്ന രഹസ്യ സ്വഭാവത്തിലുള്ള കാര്യമാണ്. ഇതൊരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് അറിയാവുന്ന കാര്യമല്ല. ഒരുപക്ഷെ ഗവൺമെന്റ് പോലും ഇത് അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ല. രതീഷ് എന്ന പോലീസുകാരന്റെ കാര്യം കേട്ടല്ലോ. ഇപ്പോൾ തൃശ്ശൂരിൽ പീച്ചിയിൽ നടന്ന സംഭവം, ഹോട്ടൽ ഉടമയുടെ ഡ്രൈവറെയും അവിടുത്തെ മാനേജറെയും മുഖത്തടിച്ച രതീഷിനും ഇപ്പോൾ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. രതീഷിനെതിരെ പരാതി പോയിട്ടുണ്ട്, രതീഷിനെതിരെ റിപ്പോർട്ട് പോയിട്ടുണ്ട്, പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. ഈ കാലയളവിലാണ് 2023 നടക്കുന്ന സംഭവങ്ങളാണിത്. ഈ താങ്കൾ പറയുന്ന പോലെ ഇത്രയും വർഷം പഴക്കമില്ല. അപ്പോൾ ഓരോ സർക്കാരിന്റെ കാലത്തിലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. പരാതികൾ ഇന്നിപ്പോൾ ആഭ്യന്തരമന്ത്രി ഇന്നേക്ക് ദിവസം നോക്കൂ, 6ാമത്തെ ദിവസമാണ്, ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതിനോട് എന്തെങ്കിലും അങ്ങേക്ക് പറയാനുണ്ടോ ജയകൃഷ്ണൻ? അല്ല, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. വരുന്ന ദിവസങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നല്ല വാർത്തകൾ കേൾക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പം നമ്മളൊരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് അതിന് ഒരു മറുപടി പറയുകയല്ലോ ചെയ്യേണ്ടത് ഒരു ഭരണാധികാരി. അതിൽ വളരെ ക്രിയാത്മകമായി ആ വിഷയത്തിൽ ഇടപെടുകയാണ് ചെയ്യുന്നത്. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത്തരം ക്രിമിനൽ പോലീസിനെതിരായി ശക്തമായ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ നൽകി കഴിഞ്ഞു. ശരി, അതാണ് താങ്കളുടെ പ്രതീക്ഷ. 6ാമത്തെ ദിവസമായിട്ടും ഇതുവരെ നമുക്ക് ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് ഒരു പ്രതികരണം കാണാൻ സാധിച്ചിട്ടില്ല. ഞാൻ ലീഗ് പ്രതിനിധിയിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇപ്പോൾ UDF ഭരണകാലത്തെ പോലീസ് അതിക്രമത്തിന്റെ കഥയാണ് ജയകൃഷ്ണന് പറയാനുള്ളത്. നമ്മളിപ്പോൾ 2023 കഥകൾ കേൾക്കുന്നു. അതിനു മുമ്പുള്ള 2023 അതിനുശേഷവുമുള്ള കഥകളാണ് ഇപ്പോൾ തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പക്ഷേ ഏത് സർക്കാരിന്റെ കാലത്തും പോലീസിന്റെ സ്വഭാവം ഇതാണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളല്ലേ പുറത്തേക്ക് വരുന്നത്. പക്ഷേ സർക്കാരുകൾ എന്തു ചെയ്യുന്നു എന്ന് ചോദ്യമുണ്ട്. അന്നത്തെ കാലത്ത് പരാതി നൽകിയതിന്റെ അനുഭവമാണ് ഇപ്പോൾ ജയകൃഷ്ണൻ പറയുന്നത്. ഇന്ന് പരാതി നൽകിയിട്ടും പ്രൊമോഷൻ കിട്ടിയവരുടെ കഥയാണ് നമ്മൾ നേരത്തെ വായിച്ചത്. സ്മൃതി, ജയകൃഷ്ണൻ പറഞ്ഞു വന്നത് വളരെ വിചിത്രമാണ്. ഞാനത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം 2012 അദ്ദേഹത്തെ ആക്രമിച്ചു. അതിന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു നരേറ്റീവ് ഇതാണ്: അന്നത്തെ UDF മന്ത്രി, അദ്ദേഹത്തിൻ്റെ സ്വാധീനമുള്ള, അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുള്ള ഒരാളായിരുന്നു ഇദ്ദേഹത്തെ മർദ്ദിച്ചത്, ജയകൃഷ്ണനെ മർദ്ദിച്ചത്. മുൻ SFI നേതാവെന്ന് എഴുതണ്ട, CPM എന്ന് തന്നെ എഴുതിയാൽ മതി എൻ്റെ താഴെ, അദ്ദേഹത്തിൻ്റെ പേര് താഴെ. കാരണം അങ്ങനെ മർദ്ദിച്ചയാൾ 2016 ഇടതുപക്ഷം അധികാരത്തിൽ വന്നു. 9 വർഷം കഴിഞ്ഞു. ആ 9 വർഷത്തിനകത്ത് പോലും
ജയകൃഷ്ണന്റെ വെർഷനിൽ UDFകാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓഫീസർ, ആ ഓഫീസർക്കെതിരെ യാതൊരു നടപടി എടുക്കാൻ കഴിയാത്തൊരു സർക്കാർ ഇന്ത്യയിലെ ഏറ്റവും നല്ല സർക്കാരുകളിൽ ഒന്നായി വലിയ വാഴ്ത്തപ്പെട്ടതാണ് എന്ന് ജയകൃഷ്ണൻ തന്നെ പറയുന്നു. ഇതിനകത്ത് ഈ ഐറണി ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ 9 വർഷത്തിനകത്ത് ഒരു ചെറുവിരൽ അനക്കാൻ കഴിയാത്ത ആ ഓഫീസർക്ക് പ്രൊമോഷൻ മേടിച്ചു കൊടുത്ത സർക്കാരിനെതിരെ ജയകൃഷ്ണന് പരാതിയില്ല. ഇതാണ് ഇവിടുത്തെ ഗതികേട്. നമ്മൾ ന്യായീകരിക്കേണ്ടി വരികയാണ്. നമ്മുടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മൾ ന്യായീകരിക്കേണ്ടി വരികയാണ്. നിങ്ങൾക്കറിയാമോ, 2016 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കസ്റ്റോഡിയൽ ഡെത്ത് നടന്ന സ്റ്റേറ്റുകളിൽ ഒന്ന് കേരളമായിരുന്നു. ഇന്ത്യയിൽ 6ാം സ്ഥാനത്തായിരുന്നു. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഇവാലുവേഷനാണ്. എന്നിട്ട് ആ മുഖ്യമന്ത്രിയാണ് ജയകൃഷ്ണന്റെ കാര്യത്തിൽ, SFIക്കാരനായ ജയകൃഷ്ണന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിട്ട് ഡയറക്റ്റ് ആക്സസ് ഉള്ള ജയകൃഷ്ണന്റെ ഗതികേടാണ് പറഞ്ഞത്. ഇതുവരെ ഒരു നടപടി വ്യക്തമായി സ്വീകരിക്കാൻ സാധിച്ചില്ല. നിങ്ങൾ ഈ കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറീസ് പണിഷ്മെന്റ് ആൻഡ് അപ്പീൽ റൂൾസിന്റെ റൂൾ 17 ഒന്ന് വായിക്കണം, അല്ലെങ്കിൽ റൂൾ 15 ഒന്ന് വായിക്കണം. വായിച്ച് റൂൾ 17 വായിക്കുക. നിങ്ങളെ ആക്രമിച്ച പോലീസ് ഓഫീസറെ അദ്ദേഹത്തിന് സർവീസിൽ നിന്ന് പുറത്താക്കാനുള്ള പ്രൊവിഷന് നിയമത്തിലുണ്ട്. അത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ ഇവിടെ പറയുന്നത് 13 വർഷത്തിന് ശേഷവും ചെയ്യാൻ സാധിക്കുന്നില്ലാത്ത ജയകൃഷ്ണന് അത് ചെയ്യാത്ത ഗവൺമെന്റിനെ ന്യായീകരിക്കുകയാണെങ്കിൽ എന്ത് കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് ഈ സമൂഹത്തോടുള്ളത്? എന്ത് കമ്മിറ്റ്മെന്റ് ആ സമൂഹത്തോടുള്ളത്? നിങ്ങളൊരു വിക്ടിമായിട്ടാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നത് ആരും ചെയ്യട്ടെ, ജനങ്ങൾക്ക് കോൺഫിഡൻസ് ഇൻസ്റ്റിൽ ചെയ്യാൻ കഴിയുന്നില്ല പോലീസിങ്ങിനെങ്കിൽ ജനങ്ങൾ ഭയവിഹുലരായിട്ട് പോലീസിനെ പേടിച്ച് ജീവിക്കുന്നു നമ്മൾ പറയേണ്ടി വരും. നമുക്ക് ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക്, മന്ത്രിയാകട്ടെ, ബ്യൂറോക്രാറ്റ്സ് ആകട്ടെ, പോലീസ് ഒഫീഷ്യൽസ് ആകട്ടെ, അവർക്ക് ജനങ്ങൾക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലീസ് അവരെ സംരക്ഷിക്കുമെന്ന് തോന്നുന്നില്ല, പോലീസ് അവരെ ആക്രമിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറിയുടെ ബ്രേക്ക് ഡൗൺ അത്. നമ്മുടെ സ്റ്റേറ്റിൽ അത് സംഭവിച്ചിരിക്കുന്നു. ഒരക്ഷരം മിണ്ടേണ്ട ആവശ്യമില്ല എന്ന് മുഖ്യമന്ത്രിക്ക് തോന്നുന്നത് ഇത്തരം ന്യായീകരണക്കാർ ഉള്ളതുകൊണ്ടാണ്. വിക്ടിമായി വന്നിരുന്ന് നമ്മൾ ന്യായീകരിക്കുകയാണ്. ഞാൻ പറയട്ടെ, ആരുമാകട്ടെ, ഏത് പാർട്ടിക്കാരനുമാകട്ടെ, ഒരു മനുഷ്യനെ ആക്രമിച്ച് ബ്രൂട്ടാലിറ്റി ടു ദ കോറാണ്. വെറുതെ നിൽക്കട്ടെ, നമ്മുടെ തൃശ്ശൂരിലെ സംഭവം നോക്കൂ, കുന്നംകുളത്തെ സംഭവം നോക്കൂ. 2023 റിപ്പോർട്ട് സ്മൃതി വായിച്ചു കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. CCTV കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ളൂ. ആ റിപ്പോർട്ടിനകത്ത് CCTV കണ്ട ഏതൊക്കെ CCTV റെക്കോർഡ്സ് ഉണ്ടെന്നും അതിലെന്തൊക്കെ കണ്ടു എന്നും എന്തൊക്കെ സംഭവിച്ചു എന്ന് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ സെക്ഷൻ 15 വായിച്ചാൽ മതി, റൂൾ 15 വായിച്ചാൽ മതി. റൂൾ 15 എല്ലും എമ്മും ഇൻവോക്ക് ചെയ്തിട്ട് പുറത്തു കളയണം. ആ പുറത്തു കളയാൻ സാധിക്കാതെ പിന്നീട് ഇതിപ്പോ ഈ പറഞ്ഞ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു. 100 കണക്കിന് ഇത്തരം കേസുകളിൽ പോലീസിനെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ പോലീസ് എന്തിനാ ആളുകളെ തല്ലാതിരിക്കുന്നത്? നാട് നിങ്ങളുടെ പോലീസിന് തല്ലാതിരിക്കൊണ്ടിരിക്കും. പാർട്ടിക്കാരെ വിളിച്ചു പറഞ്ഞിട്ട് ചെയ്യും, അല്ലെ പണമുള്ളവർക്ക് വേണ്ടി ചെയ്യും. ഇവിടുത്തെ സാധാരണക്കാരുടെ ജനങ്ങൾക്കല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ആക്സസ് ഇല്ലാത്ത സാധാരണ ജനം എവിടെ പോകും? ഈ ഗതികേട് വന്നിട്ട് അതിനോട് പ്രതികരിക്കേണ്ട എന്ന് ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ ഞങ്ങൾ എങ്ങോട്ട് പോകണം? ഇത് ചോദിക്കണ്ടേ? SFI അല്ലേ സമരം ചെയ്യേണ്ടത്? നിങ്ങളുടെ യുവജന പ്രസ്ഥാനങ്ങൾക്ക് ഇതിനുമേൽ യാതൊരു ആക്ഷേപവുമില്ലേ? ഇങ്ങനെ ആക്രമിക്കാമോ? നിങ്ങൾ കണ്ടില്ലേ? വലിച്ചു വാരി അടിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? തല്ലുന്നത് ഈ കേരളം മുഴുവൻ അത് കണ്ടില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ തോന്നുകയാണ്. ആക്ഷൻ എടുക്കുന്നവിടെ നിൽക്കട്ടെ, വാതുറക്കണ്ടേ? വാതുറക്കാതിരിക്കുന്നതിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ള ദയനീയ അവസ്ഥയാണിത്. ഇനി വേറൊന്നുണ്ട് ഇതിനകത്ത്. ഇപ്പൊ അപകടം എന്താണെന്നറിയോ? ഈ റൂൾ 10 ചില പ്രൊവിഷൻസ് ഉണ്ട്. ഇവർക്ക് ചെറിയ പണിഷ്മെന്റ് കൊടുത്ത് ഒതുക്കിയിട്ട് കോടതി പൊക്കോളാൻ പറഞ്ഞിരിക്കുക. കോടതി പെൻഡിങ് ആയിരുന്നു ഞാൻ പിന്നെ മറ്റു ആക്ഷൻ മാറി നിൽക്കും. ഇവർക്കെതിരെ സാങ്ഷൻ കൊടുത്ത് 218 പ്രകാരം സാങ്ഷൻ കൊടുത്തിട്ട് ഇവർക്കെതിരെ ക്രിമിനൽ കേസ് എടുത്തിട്ട് അറസ്റ്റ് ചെയ്യണ്ടേ? അറസ്റ്റ് ചെയ്ത് അകത്ത് കളയണ്ടേ? ഈ പാവപ്പെട്ട കുട്ടികൾ കോടതി ക്രിമിനൽ കേസുള്ളവർക്ക് പ്രൊമോഷൻ കൊടുക്കാമോ? യെസ്, പറ്റില്ലല്ലോ. ക്രിമിനൽ കേസ് എടുക്കാൻ തയ്യാറല്ലല്ലോ ഇവര്. എന്നിട്ട് CMB എടുത്ത് ഒരു കോടതിയിൽ പോയിട്ട് കേസ് എടുപ്പിക്കാൻ പോകുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാണ് സ്റ്റേറ്റ്. ആർക്ക് വേണ്ടിയാ? നമ്മള് പോലീസിലെ എത്രയോ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർക്കെതിരെ എല്ലാം ജനങ്ങൾ കേസ് കൊടുക്കുന്നുണ്ടോ? ക്രിമിനൽസ് ആയിട്ടുള്ള പോലീസുകാർക്കെതിരെ കേസ് ജനങ്ങൾ കൊടുക്കുമ്പോൾ, പരാതി കൊടുക്കുമ്പോൾ ഗവൺമെന്റ് ജനങ്ങളോടൊപ്പം നിൽക്കണ്ടേ? അവൻ എന്റെ പാർട്ടിക്കാരനാണ്, അല്ല അവൻ എനിക്ക് വേണ്ടപ്പെട്ടവന്റെ ആളാണ് എന്ന് പറഞ്ഞിട്ട് അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മിഷനറി ബ്രേക്ക് ഡൗൺ ആയി നമ്മൾ പറയേണ്ടി വരും. റൂൾ ഓഫ് ലോ വേണ്ടേ? നമ്മളൊരു എന്താ പറയുക, അനാർക്കിസോ അല്ലല്ലോ ഇവിടെ. നമ്മൾ ഇന്ത്യ ഇത് ആഫ്രിക്കൻ കൺട്രി ഒന്നും അല്ലല്ലോ. നമ്മുടെ ഈ രാജ്യത്ത് അതൊക്കെ ആകാമെന്ന് തോന്നിയിട്ട്
എന്നിട്ട് നമ്മളൊരു പരസ്യപ്പെടുത്തുകയാണ്, ഞങ്ങൾ ഏറ്റവും നല്ല ഭരണം, ഞങ്ങൾ ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ഏറ്റവും നല്ല റോഡ് എന്ന് പറഞ്ഞാൽ മതിയോ? നമുക്ക് സുരക്ഷിതത്വം ഇല്ല. ആ കുട്ടി, ആ പയ്യനെ, കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച സീൻ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ചിന്തിച്ച അന്നത്തെ രാത്രി ആ അമ്മ എങ്ങനെ ഉറങ്ങിയിട്ടുണ്ടാവും? ആ മകൻ വന്ന് വീട്ടിൽ വന്ന് കയറി ഈ പോലീസിന്റെ പറഞ്ഞു, നമ്മുടെ മക്കളെ പോലെ ഒരു മക്കളല്ലേ, എൻ്റെ ഒരു സഹോദരനെ പോലെ നമ്മളൊന്ന് കണ്ടു നോക്ക്. ഒരു കുറ്റവും ചെയ്യാത്ത ആളുകളെ പോലീസ് പേടിപ്പിച്ചടിക്കുക. രാത്രി പോലും ഒരു പോലീസിന്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ അവർ ഞെട്ടിത്തെറിക്കില്ല, വലിച്ചിറക്കൊണ്ട് പോയി വീട്ടിൽ തല്ലും. ഒരു പ്രശ്നവുമായിട്ട് അവിടെ ചെന്ന് ഒരു ഹോട്ടലുടൊപ്പം ചെന്ന് കഴിഞ്ഞാൽ മുഖത്ത് വാരി തല്ലുകയാണ്. എന്താ ചെയ്യുക? അപ്പൊ അതിനുവേണ്ടി നടപടിയെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് തെരഞ്ഞെടുപ്പ് എടുക്കാൻ വേറെ വഴിയുണ്ട്, എനിക്ക് വേണ്ടി പ്രൊപ്പഗേറ്റസ് നടത്താൻ വേറെ ആളുകളുണ്ട് എന്ന് മുഖ്യമന്ത്രി ചിന്തിച്ചാൽ അത് ഈ നാടിന്റെ അധപതനമാണ്. അതിനോട് പ്രതികരിക്കേണ്ട ഇവിടുത്തെ ജനങ്ങളാണ്. പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി വഴക്കുണ്ടാക്കണമെന്നല്ല, പക്ഷെ ഇതിനോട് പ്രതിരോധിച്ചേ മതിയാവും. ഇത് കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും BJP-കാരനും ഒന്നും അല്ല നോക്കേണ്ടത്, മനുഷ്യത്വമില്ലാത്ത പണിയാണ് എന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട്. ശരി, ഞാൻ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ CR നീലകണ്ഠൻ, ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ, ഇനിയും പുറത്തു വരാനിരിക്കുന്ന ദൃശ്യങ്ങൾ, ഈ ഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രി പ്രതികരിക്കേണ്ടതല്ലേ? അദ്ദേഹം ഇപ്പോൾ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? അല്ല, അതിനു മുമ്പ് സ്മൃതി രണ്ട് ചെറിയ കാര്യങ്ങൾ പറയണം. ഒന്ന്, ഇതേ കുന്നംകുളത്ത് ഏതാണ്ട് 30 വർഷം മുമ്പ് ഒരു മനുഷ്യനെ, ഒരു വികലാംഗനായ അല്ലെങ്കിൽ ഫിസിക്കലി ചലഞ്ചഡായ ഒരു മനുഷ്യനെ അടിച്ച് റോട്ടിലിട്ട് അയാൾ ആശുപത്രിയിൽ പോയി മരിക്കുന്നു. നാരായണൻ നായർ, അയാൾ സ്കൂളിൽ ചെറിയ ജോലിയാണ്. അയാളുടെ അനുജൻ കഴിഞ്ഞ 30 വർഷത്തോളമായി നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുക. കൃഷ്ണൻകുട്ടി, എനിക്കറിയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. അദ്ദേഹം നിയമപോരാട്ടം നടത്തി എന്തിനാണെന്നറിയോ? ഇപ്പം നേരത്തെ ഷാ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഉദ്യോഗസ്ഥനെതിരെ ഒരു CMP കൊടുത്തതിന് സർക്കാരിൻ്റെ അനുമതി കിട്ടാൻ ഇയാൾക്ക് അനുമതി കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയില്ല എന്ന് മാത്രമല്ല, കൊടുക്കില്ല ഉദ്യോഗസ്ഥനെതിരെ. അന്നാണെങ്കിൽ അദ്ദേഹം SI ആണ്. ആ മനുഷ്യൻ, പിന്നെ അദ്ദേഹത്തിന് വേറെ കുറേ ചരിത്രമുണ്ട്, ഇപ്പോൾ വളയാർ അതുപോലെയുള്ള കേസുകളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ആ മനുഷ്യൻ ഇപ്പോൾ IAS കിട്ടി കേരളത്തിൽ വിജിലൻസ്, മുമ്പ് ക്രൈംബ്രാഞ്ച് ആയിരുന്നു, വിജിലൻസിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ ഇപ്പോഴും സുപ്രീം കോടതിയിൽ ഒരു കേസ് നിൽക്കുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. CMP കൊടുക്കാൻ, ഇപ്പോൾ എൻ്റെ അനുജൻ മരിച്ചു, അതൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് CMP കൊടുക്കണമെങ്കിൽ, ഇയാളെ വിചാരണ ചെയ്യണമെങ്കിൽ ഇയാൾക്ക് അനുമതി കിട്ടണം. ഏറ്റവും പ്രധാനം, അനുമതി കൊടുത്തില്ല സർക്കാർ, ഒരു ഉദ്യോഗസ്ഥനും കൊടുക്കുന്നില്ല. ഇപ്പം ഞാൻ ഈ ഒരു ഉദാഹരണം പറഞ്ഞത് നിരവധി കാര്യങ്ങൾ. ഇപ്പോൾ എറണാകുളത്ത് തന്നെ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, നിങ്ങളൊക്കെ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തതാണ്. വീട്ടിൽ നിന്ന് രാത്രി വിളിച്ചുകൊണ്ടുപോയി ഇടിച്ച് അയാൾ മരിക്കുന്നു. അയാൾ മരിച്ചു കഴിഞ്ഞിട്ട് ഒന്നുമില്ല, അതിന് ഒരു ബ്ലാക്ക് ടീം ഉണ്ടാക്കിയിരുന്നു. ആ ഉദ്യോഗസ്ഥൻ, ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ കീഴിലാണ് ബ്ലാക്ക് ടീം ഉണ്ടാക്കിയത്. അയാളാണ് ഇയാളെ കൊണ്ടുപോയി മർദ്ദിച്ചത്, ആ ടീമാണ്. ആ ഉദ്യോഗസ്ഥൻ പിന്നെ റിട്ടയർ ചെയ്ത് എങ്ങനെയാണെന്നറിയോ? കോഴിക്കോട് കമ്മീഷണറായിട്ട്. കോഴിക്കോട് കമ്മീഷണർ. ഇത് ഞാൻ ഈ പറയുന്നതിൻ്റെ കാര്യം, ഇവിടെയാണ് ചോദ്യം. മുഖ്യമന്ത്രി മിണ്ടുകയോ മിണ്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ, ഞാനെന്നിൻ്റെ കക്ഷി രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല. പ്രധാന പ്രശ്നം എന്താ? ഈ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ സംരക്ഷിക്കപ്പെടുകയാണ്. ഇപ്പം എല്ലാവരും പറയും ഞങ്ങൾ തെറ്റായ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കില്ല, സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഈ സർക്കാർ വന്നതിന് ശേഷവും സംരക്ഷിക്കുക തന്നെയാണ്, ഒരു സംശയമില്ല. മുൻ സർക്കാരിൻ്റെ കാലത്തും അത് ഉണ്ടായിട്ടുണ്ടാവാം, ഞാൻ ഇല്ലാന്നും പറയുന്നില്ല. ഈ സർക്കാർ സംരക്ഷിച്ചതിൻ്റെ ഒരു 50 റെക്കോർഡ് ഞാൻ തരാം. ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു പാവപ്പെട്ട ഇടികൊണ്ട അല്ലെങ്കിൽ കൊണ്ടൊരാൾ അന്വേഷണത്തിന് പോയാൽ ഇപ്പോൾ എത്ര കാലം എടുത്തു? RTI ആക്ട് 1 മാസത്തിനകത്ത് കൊടുക്കണമെന്നല്ലേ നിയമം? എത്ര കാലമെടുത്തു സുജിത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഈ CCTV ദൃശ്യം കിട്ടാൻ? ഈ രാജ്യത്ത് RTI ആക്ട് ഉണ്ടാക്കിയതിന് എന്തിനാ? മൂന്നാമത്തെ കാര്യം, ഇതുവരെ പല കേസുകളിലും ഞങ്ങൾ ശക്തമായ അന്വേഷണം നടത്തും. ശ്രീജിത്തിൻ്റെ കാര്യത്തിൽ, തൃപ്രയാറ വിനായകൻ്റെ കാര്യത്തിൽ എത്ര അന്വേഷണം നടത്തി, എന്നിട്ട് ഇപ്പം എന്തുണ്ടായി? ആ ഉദ്യോഗസ്ഥർക്ക് ഇപ്പം എവിടെ? ആ ഉദ്യോഗസ്ഥർ ഇപ്പോൾ എന്താ ചെയ്യണേ? കൂടി വന്നാൽ ഒരു 6 മാസത്തെ സസ്പെൻഷൻ ഇപ്പോഴും അത് ചെയ്യും. സസ്പെൻഡ് ചെയ്തുള്ള ഗുണ ഉദ്യോഗസ്ഥർക്ക്. കാരണം എന്താ വെച്ചാൽ അവർക്കെതിരെ പിന്നെ അവരെന്തെങ്കിലും പോയി ഒരു കേസെടുക്കും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മളറിയാതെ ശ്രീജിത്തിനെ തല്ലിക്കൊന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ സർവീസിൽ കയറി സസ്പെൻഷൻ അല്ല പ്രൊമോഷൻ കിട്ടി മുകളിലേക്ക് പോയി. ശ്രീജിത്തിൻ്റെയോ വിനായകൻ്റെയോ കുടുംബം പോയി. അത്ര ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ഇനി ഈ അന്വേഷണം നടത്തിയത് പകുതി ശമ്പളം 6 മാസമേ ഉള്ളൂ സ്മൃതി സസ്പെൻഷൻ. 6 മാസം കഴിഞ്ഞ് ആരോർക്കണു? ഞാൻ നിങ്ങൾ മാധ്യമങ്ങൾ പോലും ഓർക്കുമോ 6 മാസം കഴിഞ്ഞ ഈ കാര്യം?
ഇപ്പൊ ഈ ചർച്ച ചെയ്യുന്ന കാര്യം 6 മാസം കഴിഞ്ഞ് ആരോർക്കും? ആർക്കും ഓർക്കാൻ നേരമുണ്ട്? നിങ്ങളൊക്കെ വിനായകന്റെ പേരും ശ്രീജിത്തിന്റെ പേരും മറന്നുപോയില്ലേ? എവിടെ പോയി അത്? ഇപ്പൊ ആരാ ഓർക്കണേത്? പ്രശ്നം എന്താ വെച്ചാൽ ആ വീട്ടുകാർ മാത്രം ഓർക്കും. അങ്ങനെ വന്നാൽ ഇതിന് പിന്നെ കണ്ടിന്യൂസ് ഫോളോ അപ്പ് ചെയ്ത ഒരാളുടെ കാര്യം പറഞ്ഞ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരാളുടെ കാര്യം, നാരായണൻ നായരുടെ കാര്യത്തിൽ. എന്നിട്ടുണ്ടായ സ്ഥിതി ഇതാ. ഇദ്ദേഹത്തിന് അനുമതി കൊടുക്കില്ല. ഹൈക്കോടതിയെ തള്ളി. എന്താ കാര്യം? സർക്കാർ അനുമതി കൊടുത്തിട്ടില്ല. സർക്കാർ ഉദ്യോഗസ്ഥനെ വിചാരണ ചെയ്യാൻ ഇയാളൊന്ന് അന്വേഷിച്ച് വിചാരണ ചെയ്യാൻ വേണ്ടേ? നിങ്ങൾ വളരെയേറെ ചർച്ച ചെയ്തൊരു വിഷയമാണല്ലോ മോൺസൺ മാവുങ്കലിന്റെ കാര്യം. മോൺസൺ മാവുങ്കലിനെതിരെ പരാതി കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞതറിയോ? അവിടെ അന്നത്തെ DGP കാവലിരിക്കുന്ന സ്ഥാപനത്തിന് നിങ്ങളെങ്ങനെ കൊടുക്കുക? DGP വാളും വളിയൊക്കെ ആയിട്ട് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുക, മോശയുടെ വടിയും മറ്റേ യൂദാസിന്റെ കാശുമായിട്ട്. DGP കാവലിരുന്ന സ്ഥാപനം അത്. അദ്ദേഹത്തിന് എന്ത് കിട്ടും? അദ്ദേഹം ആരെയൊക്കെ പറ്റിച്ചു? DGP കാവലിരുന്ന ഒരു സ്ഥാപനം ഇത്ര ഫ്രോഡാണ് എന്ന് കേരളത്തിൽ അല്ലാതെ വേറെ എവിടെയെങ്കിലും നടക്കുമോ? DGP കാവലിരുന്ന. അപ്പൊ ഞാൻ പറഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പൊ നേരത്തെ ജയകൃഷ്ണൻ പറഞ്ഞതായാലും ആളുകളായാലും ഒരു നടപടി ഇപ്പൊ കുറെ ആളുകളെ പുറത്താക്കി എന്ന് പറഞ്ഞു. അതൊക്കെ ആരായിരിക്കും? ഇനി 4ാമത്തെ കാര്യം, ഇവിടുത്തെ പാറമടകൾ, ബ്ലേഡ് കമ്പനികൾ, സെക്സ് മാഫിയകൾ, ഇവർക്കൊക്കെ പോലീസിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾ നോക്കൂ, പോലീസിന്റെ സ്റ്റേഷനിൽ ഒരു പ്രധാന പണി എന്താണെന്നറിയോ? രാഷ്ട്രീയക്കാരും അതിലുണ്ടാവാം, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. ഇത്തരം കേസുകൾ സെറ്റിലാക്കലാണ്. സെറ്റിലാക്കും അവര്. ഈ കേസ് സെറ്റിലാക്കാൻ വേണ്ടി നിൽക്കും. അതിനെതിരെ നിന്നാലോ? അല്ലെങ്കിൽ കേരളത്തിൽ ഇത്ര വലിയ ഗുണ്ടാ മാഫിയ സംഘങ്ങൾ കേരളത്തിൽ വിളയാടുമോ? സ്വർണം പൊട്ടിക്കലായാലും ഞാൻ നേരത്തെ പറഞ്ഞ പണം കടം മേടിക്കുന്ന വിഷയങ്ങളായാലും ഒക്കെ ആയാലും എന്തൊരു ഗുണ്ടാ മാഫിയ കേരളത്തിലുള്ള. 5ാമത്തെ കാര്യം, ഇന്ത്യയിലോ ലോകത്ത് പല രാജ്യത്തും പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഭാഷ പോലും അറിയാത്തൊരു സ്ഥലത്ത് ചെന്നാൽ ഞാൻ വഴി ചോദിക്കാൻ കയറുക പോലീസ് സ്റ്റേഷനിലാണ്. കാരണം എന്താ? നമുക്ക് ധൈര്യമാണ് അവിടെ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് യൂറോപ്പിലും പല സ്ഥലങ്ങളിലും. പക്ഷേ കേരളത്തിൽ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ പോയി വഴി ചോദിച്ച് ചരിത്രം കേട്ടുണ്ടോ? ചോദിക്കാൻ പറ്റില്ല. ചോദിക്കാൻ പോയാൽ അവർ ചിലപ്പോൾ അവിടെ ഒഴിഞ്ഞെടുക്കുന്ന ഒരു കേസിൽ നിങ്ങളെയൊക്കെ പെടുത്തിയിട്ട് നിങ്ങളെ ഇടിച്ചിട്ടാൽ ഒന്നും പറയാനില്ല. പിന്നെ പ്രാദേശിക ഭരണകക്ഷിയുടെ നേതാക്കളെ ആരെങ്കിലും വിളിച്ച് ഞങ്ങളിങ്ങനെയുണ്ട്, ഞാനിങ്ങനെ കുഴപ്പമില്ല, പിന്നെ പ്രശ്നമില്ലാത്ത ആളാണ്, കുഴപ്പമില്ലാത്ത ആളാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിട്ടേക്കും. അല്ലെങ്കിൽ എന്തിനാ CPM സുഹൃത്തുക്കൾക്ക് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അടി കിട്ടുന്നു. ഞാൻ ഇതിനെ കക്ഷി രാഷ്ട്രീയമായിട്ടല്ല കാണുന്നത്. പക്ഷേ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളെ വെച്ച് നോക്കുമ്പോൾ കേരളം എത്രയോ ഭേദം എന്നൊരു താരതമ്യം കൂടി ഉണ്ടല്ലോ. അല്ല, ഞാൻ അതൊന്നും സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ തമിഴ്നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ എവിടെ വേണം ഞാൻ ഇതിനേക്കാൾ എന്നെ തമിഴ്നാട്ടിൽ ആരും അറിയില്ല. ആയിക്കോട്ടെ, UP അല്ല, ഞാനിപ്പോ എല്ലാ കേരളം അങ്ങനെയല്ലല്ലോ സ്മൃതി. എന്റെ പ്രശ്നം എന്താ? ഞാൻ കേരളത്തിലെ, ഞാൻ UP-യിലൊന്നും പോയി ജീവിക്കണില്ലല്ലോ. UP-യെ ഞാൻ എതിർക്കുന്ന ഒരു ഭരണമാണല്ലോ UP-യിലുള്ളത്. കേരളത്തിൽ എനിക്ക് അനുഭവമുള്ള ഒരു എന്താ പറയുക, ഒരു വർഗീയ വിരുദ്ധ ഭരണമാണെന്നല്ലേ കേരളത്തിൽ പറയുന്നത്. ഒരു ജനാധിപത്യ ഭരണം ഉണ്ടെന്നല്ലേ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവിടെയാണ് സംഭവിക്കുന്നത്, അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് ഇപ്പൊ നിങ്ങളൊരു ക്വാറിക്കെതിരെ സമരം ചെയ്താൽ നിങ്ങളുടെ പേരിൽ കേസെടുത്ത് ജയിലിലിടും. ഒരു മന്ത്രി വഴിയെ പോകണമെന്ന് കേട്ടാൽ അവർക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നെ പിടിച്ച് ജയിലിടും. ഇന്നലെ നിങ്ങൾ ചില ദൃശ്യങ്ങൾ കാണിച്ചല്ലോ. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കരിങ്കൊടി കാണിക്കാൻ പോയ അടിയിട്ടും, അടി കിട്ടിയ മറ്റേ ജീവൻ രക്ഷാ സേനയൊക്കെ നമ്മൾ കണ്ടല്ലോ. പ്രശ്നം അതല്ല. പ്രശ്നം അതിനെ അങ്ങനെ രാഷ്ട്രീയവൽക്കരിച്ച് ഇനി വേറൊരു ഗവൺമെന്റ് എടുത്തണമെന്നാൽ അവർ ഇതുപോലെ ചെയ്യില്ല എന്ന് എനിക്ക് അതിന് ഉറപ്പില്ല. ഇപ്പം മുഹമ്മദ് ഷാ ആ രാഷ്ട്രീയ പാർട്ടി റെപ്രസെന്റ് ചെയ്യുന്നിടയിൽ ഞാൻ ഇരുത്തിക്കൊണ്ട് പറയാണ്, എനിക്ക് ഇതുപോലെ തന്നെ അന്നായാലും പറയേണ്ടി വരും. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. കാരണം പറയാതിരിക്കാൻ വയ്യ സ്മൃതി. നേരത്തെ ഷാ പറഞ്ഞ ഒരു പ്രധാന കാര്യമുണ്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് വിശ്വാസമുണ്ടോ എന്നതാണ്. എന്നോട് നാളെ എൻ്റെ ലോക്കൽ പോലീസ് സ്റ്റേഷൻ CI നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് ചിലപ്പോൾ ചെന്നു എന്ന് വരും. എന്നാൽ പോലും ഞാൻ ഇവിടുത്തെ ഏതെങ്കിലും ഒരു കൗൺസിലറെയോ ചെയർമാനെയോ അല്ലെങ്കിൽ ഒരു പാർട്ടി നേതാവിനെയോ വിളിച്ചിട്ട് ഒന്ന് പറഞ്ഞേക്കട്ടെ, എന്തിനാ വിളിച്ചതെന്നറിയില്ല. കാരണം 2 കിട്ടിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 2 കിട്ടിയാൽ പിന്നെ നമ്മൾ സഹിക്കുകയല്ലേ പറ്റുള്ളൂ. കുടുംബങ്ങളല്ലേ സഹിക്കുക. ചിലപ്പോൾ ഒരടിക്ക് ഞാൻ വീണു. അപ്പം അതുകൊണ്ട് ഇവിടെ വിശ്വാസ്യതയുടെ ഒരു വലിയ പ്രശ്നമുണ്ട്. വിശ്വാസ്യത പോലീസ് ഡിപ്പാർട്ട്മെന്റ് നേടിയെടുക്കണം. പോലീസ് കമ്മീഷൻ റിപ്പോർട്ടുകൾ ഇഷ്ടം പോലെ വന്നല്ലോ. ഏതെങ്കിലും കാര്യം മര്യാദയ്ക്ക് നടപ്പാക്കിയോ? പോലീസുകാരുടെ യൂണിഫോം മാറ്റുകയോ കളർ മാറ്റുകയോ ഒക്കെ ചെയ്യുന്നൊന്നുമല്ല. ഇവിടെ ഒരു കാര്യം ആദ്യം പറഞ്ഞു, ക്രൈമും ലോ ആൻഡ് ഓർഡറും 2ആക്കണം. എത്ര കാലമായി പറഞ്ഞിട്ട്? ക്രൈമും ലോ ആൻഡ് ഓർഡറും 2ആക്കിയത് വളരെ കുറയും. കാരണം ഇപ്പോൾ ലോ ആൻഡ് ഓർഡറിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് ക്രൈം അന്വേഷിക്കണേ. ഇയാൾക്ക് ലോ ആൻഡ് ഓർഡർ വേറൊരു ഡിപ്പാർട്ട്മെന്റാണ്, ക്രൈം അതല്ല. ഒരു സമരം ചെയ്യുമ്പോൾ ആളുകൾ നേരിടുകയൊക്കെ ലോ ആൻഡ് ഓർഡറും ചെയ്യാം. പക്ഷെ ക്രൈം ഡിപ്പാർട്ട്മെന്റും ലോ ആൻഡ് ഓർഡർ ഡിപ്പാർട്ട്മെന്റും ഒന്നാവുമ്പോൾ
ചില പറയില്ലേ മൂന്നാം മുറ, ഇത് നല്ല വാക്കാന്നറിയാം. മൂന്നാം മുറ എന്നൊക്കെയല്ലേ എൻ്റെ ഒരു സാഹിത്യം. ആ അത്തരം ഭാഷകൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവാൻ പാടില്ല. എത്ര പ്രാവശ്യം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, എത്ര വിധികളുണ്ട്. പക്ഷെ അയക്ക് എന്നേക്കാൾ നന്നായിട്ട് അറിയാം എത്രയധികം വിധികൾ നമ്മുടെ നാട്ടിലുണ്ട്. പോലീസിൽ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ എന്തൊക്കെ വേണമെന്ന്. എവിടെ അത് പാലിക്കണേ സ്മൃതി? ഇവിടെ പാലിക്കുന്നുണ്ടോ? കേരളത്തിൽ നമ്മൾ യു പി ആണെന്നല്ലേ പറയണേ, യു പിയിൽ പാലിക്കുന്നില്ലായിരിക്കും, കേരളത്തിൽ പാലിക്കുന്നുണ്ടോ? അതിന് സുപ്രീം കോടതിയിലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ടല്ലോ. ഒരാളെ അറസ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യണം, അത് ചെയ്യണ്ടേ പോലീസ്? സുപ്രീം കോടതി റൂളിംഗ് അല്ലെങ്കിൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോ ഓഫ് ദ ലാൻഡ് അല്ലേ? ഇവർക്ക് അറിയാത്തതാണോ? പല പോലീസ് സ്റ്റേഷനിലും എഴുതി വെച്ചിട്ടുണ്ടല്ലോ POLICക്കൊക്കെ ഫുൾ ഫോം, പൊളൈറ്റ്നസ് മറ്റേന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എല്ലാ പോലീസുകാരെന്നും പറഞ്ഞില്ല, വളരെ എഫിഷ്യൻ്റായ പോലീസുകാരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് സത്യസന്ധമായി ചെയ്യുന്ന ആളുകൾ. ഇവിടെ പ്രശ്നം ഈ മുഖ്യമന്ത്രി മിണ്ടാത്തത്. ഞാൻ മുഖ്യമന്ത്രിയായാലും കുറ്റം പറയില്ല, കാരണം അദ്ദേഹത്തിന് 100,000 കാര്യങ്ങളുണ്ട്. ഇതല്ല അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കാൻ പറ്റില്ല. പൊളിറ്റിക്കൽ സെക്രട്ടറി ആഭ്യന്തരമന്ത്രിയാണെങ്കിൽ പ്രതികരിക്കേണ്ടി വരും. കാരണം കേരളം മുഴുവൻ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രതിപക്ഷം തെരുവിലാണ്. ഈ വിഷയത്തിൽ ജനങ്ങളുടെ വിഷയമാണല്ലോ. പ്രതിപക്ഷത്തെ ഏതെങ്കിലും ആളുകളെ തെരഞ്ഞുപിടിച്ച്, നേതാക്കളെ തെരഞ്ഞുപിടിച്ച് അടിച്ചു എന്നുള്ള വിഷയമല്ലല്ലോ. സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിച്ച വിഷയങ്ങളാണല്ലോ പുറത്തേക്ക് വരുന്നത്. അല്ല, അവിടെയാണ് പ്രശ്നം. അത് ആഭ്യന്തരമന്ത്രി പറയണോ, DGP പറയണോ, ഇനിയിപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി പറയണോ, ആരാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആരായാലും ഈ പറയുക മാത്രമല്ല, ഈ പറഞ്ഞ ഇപ്പൊ നോക്കിക്കോളൂ, ഇനി വരാൻ പോണ ഇതെന്താ പറയുക, മുഖ്യമന്ത്രിയുടെ മറുപടി ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ശക്തമായ നടപടി സ്വീകരിക്കും. എത്ര പ്രാവശ്യം ശക്തമായ നടപടി സ്വീകരിച്ചു? എത്ര പ്രാവശ്യം അദ്ദേഹം കഴിഞ്ഞ 9.5 വർഷത്തിനിടയ്ക്ക് ഇത് പറഞ്ഞിട്ടുണ്ട്? എന്നിട്ട് എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട്? ഏത് നടപടി സ്വീകരിച്ചു? ഞാനീ പറഞ്ഞു, ഞാനൊരു 100 കേസ് അദ്ദേഹത്തിന് കൊടുക്കാം. ശരി, ഷാ ഒരു പക്ഷേ 150 കൊടുക്കും, എന്നേക്കാൾ കൂടുതൽ കൊടുക്കും. എന്നിട്ട് എത്ര സ്വീകരിച്ചിട്ടുണ്ട്? അപ്പൊ സ്വീകരിക്കാതിരിക്കുമ്പോൾ പിന്നെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന 2 മാസം കഴിഞ്ഞ് വന്ന് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതൊന്നും അല്ലല്ലോ. അതാണ് മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ളപ്പോൾ പ്രതികരിക്കും, അപ്പോൾ കേട്ടാൽ മതി എന്നതാണ് നിലപാട്. ആ നിലപാട് എത്ര കാലം തുടരാൻ പറ്റുമെന്നുള്ളതാണ്. റെജി ലൂക്കോസ്, ഇപ്പോൾ CPM നിന്നും വലിയ പ്രതികരണങ്ങളൊന്നും വന്നിരുന്നില്ല. CPM സംസ്ഥാന സെക്രട്ടറിയും പ്രതികരിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ഇപ്പോൾ EP ജയരാജന്റെ പ്രതികരണം വരുന്നുണ്ട് കേട്ടോ. പോലീസിനെതിരായ പ്രചാരണം ആസൂത്രിതം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. പോലീസ് സേനയിലെ എല്ലാവരും സർക്കാരിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ നടക്കുന്നവരല്ല. ദൃശ്യങ്ങൾ മാത്രം നോക്കി നടപടിയെടുക്കാനാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുൻപ് നടന്ന സംഭവത്തെ ഇപ്പോൾ നടന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഇതിൽ കാര്യമായി പറയാനുണ്ട്, അല്പസമയം തരണം. അതായത് ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞൊരു വാചകം സ്മൃതിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അദ്ദേഹം പറഞ്ഞെന്താ, ഇതുവരെ വന്നിരിക്കുന്ന മുഴുവൻ വിഷയങ്ങളും, ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെ വന്നിരിക്കുന്ന, ദൃശ്യങ്ങളിലൂടെ വന്നിരിക്കുന്ന മുഴുവൻ കുറ്റവാളികളെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുമെതിരെ കർശനമായ നടപടി സർക്കാർ സ്വീകരിക്കും. അതിനനുസരിച്ചുള്ള സ്റ്റെപ്പുകൾ മുന്നോട്ട് പോയി കഴിഞ്ഞു. 2 ആരോപണ വിധേയമായിട്ടുള്ള 4 ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് അവർ പിരിച്ചുവിടലിന്റെ വക്കിലെത്തിയിരിക്കുന്നു. പിന്നെ അനുകൂലമായിട്ട് വന്നിരിക്കുന്നു. പിരിച്ചുവിട അല്ല, ഞാൻ പറഞ്ഞു പൂർത്തിരിക്കട്ടെ. വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിസഭയിലെ മന്ത്രിയല്ലേ? ഇപ്പം മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ പറ്റാത്തൊരു സാഹചര്യം, അല്ലെ എന്തെങ്കിലും അദ്ദേഹത്തിന് വിശ്രമം എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അനുമതി ഇല്ലാതെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് പിണറായി വിജയൻ മറുപടി പറയണത്. ഞാൻ വിശ്രമമാണെന്നല്ല പറഞ്ഞത്, വെറുതെ എന്തിനാ വക്രീകരിക്കുന്നത്? ഞാൻ ഈ പറഞ്ഞത് എയറിലൂടെ ജനങ്ങളുടെ ചെവി കിട്ടിയിട്ടുണ്ട്. ആണെങ്കിലോ എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ അനുമതി ഇല്ലാതെ കണ്ടൊരു മന്ത്രി ഇങ്ങനെ അനൗൺസ് ചെയ്യുമോ? നിങ്ങളെന്തിനാണ് ഒരു സർക്കാരിന്റെ നയം പരസ്യമായിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾ പിന്നെ അത് ഇന്ന ആൾ തന്നെ അനൗൺസ് ചെയ്യണമെന്ന് പറയുന്നത്? ഇപ്പം ഞാനീ കാണുന്നത് സോണിയുടെ TV-യാണ്. നിങ്ങൾ BPL-ന്റെ TV-യിലൂടെ കാണാൻ പറ്റുള്ളൂ, സ്മൃതിക്ക് പറയാൻ പറ്റുമോ? എനിക്ക് വിഷ്വൽ കണ്ടാൽ പോരെ? എന്ത് ലോജിക്കാണ് സ്മൃതി പറയുന്നത്? ഇനി വേറൊരു കാര്യം പറയാനുണ്ട് എനിക്ക്. അതിലൊക്കെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പിന്നെ നമ്മുടെ മുഹമ്മദ് ഷാ അഡ്വക്കേറ്റ് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ അന്തം വിട്ടിരിക്കും. എനിക്ക് തോന്നി പ്രേക്ഷകർ അന്തം വിട്ട് കാണുമായിരിക്കും. കാരണം 2012 ഈ ജീവനോടെ ഈ ചർച്ചയിലിരിക്കുന്ന ജയകൃഷ്ണനെ 19 വയസ്സ് ചതച്ചടച്ച് ആ ചെറുപ്പക്കാരുടെ ജീവിതം പോലും വലിയ രീതിയിലാക്കിയത്. അത് കഴിഞ്ഞ് 4.5 വർഷക്കാലം ഈ മുഹമ്മദ് ഷാ പിന്തുണയ്ക്കുന്ന UDF കേരളത്തിൽ ഭരിച്ചു. 4.5 വർഷം ചെറുപ്പക്കാരൻ നീതി കൊടുക്കാതെ കണ്ട് ആ മണ്ഡലത്തെ പ്രതിനിധിക്കുന്ന മന്ത്രി പോലും ആ ചെറുപ്പക്കാരനെ മർദ്ദനത്തിന് കൂട്ടുനിന്നപ്പോൾ അതിന് ഒരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ തല്ലിച്ചതയ്ക്കും, ഞങ്ങൾ 10-21 വരെ കൊല്ലും, നിങ്ങളുടെ സർക്കാർ വേണമെങ്കിൽ വന്ന് നടപടി സ്വീകരിക്കുമോ എന്ന നയമല്ലേ മുഹമ്മദ് ഷാ ഇങ്ങനെ പറഞ്ഞത്? എന്തൊരു അതിവിചിത്രമായ ഇതാണ്. ഞങ്ങളുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം നടന്ന നടപടികളെ കുറിച്ച് ഞങ്ങൾ ആവർത്തിച്ചോട് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി
നിയമസഭയെ വെളിപ്പെടുത്തി. നിങ്ങൾക്ക് ആർക്കും എതിർക്കാൻ പറ്റില്ല. 108 ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ടു. അല്ലല്ല. 202 ഉദ്യോഗസ്ഥന്മാർ അല്ല, ഈ 108ന്റെ കണക്ക് 2024 പറയുന്നുണ്ട്. ഒരു മിനിറ്റ്, 2024 108ന്റെ കണക്ക് പറയുമ്പോഴും 2025, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിൽ ചോദിച്ച ചോദ്യം സനീഷ് കുമാർ ജോസഫ് ചോദിച്ചതാണ്. മുൻ സർക്കാരിന്റെ കാലം മുതൽ നാളിതുവരെ സംസ്ഥാന പോലീസിലെ എത്ര ഉദ്യോഗസ്ഥർ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര ഉദ്യോഗസ്ഥർ ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടികൾ സ്വീകരിച്ച് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിട്ടുണ്ട്, വിശദാംശം, വർഷം, തസ്തിക എന്നിവ തിരിച്ചു വ്യക്തമാക്കുമോ? ഉത്തരമില്ല. 2025-ലെയാണേ. അല്ല, അങ്ങനെയാണെന്നുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അല്ല അത് തന്നെ എനിക്ക് മനസ്സിലായിരുന്നേ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ 108 വരെ പിരിച്ചുവിട്ടെന്നുള്ള ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് സഹിതം അവരുടെ പേര് സഹിതം വന്നപ്പോൾ അത് തെറ്റാണെന്നുള്ളത് എന്തുകൊണ്ടാണ് നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചതിന് ഇവർക്ക് മുഖ്യമന്ത്രിയുടെ പേരിൽ നടപടി ആവശ്യപ്പെടാതെ എന്തുകൊണ്ടാണ് അവര് നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സഭയിലെ ചോദ്യവും സഭയിലെ മൗനവുമാണ് പറഞ്ഞത്. അല്ല, ഞാൻ നിങ്ങളോട് ഇത് കേക്കൂ. അതേ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് 108 പേരെ പിരിച്ചുവിട്ട് 2 DYSPമാരെ സഹിതം അതിന് ലിസ്റ്റ് എല്ലാ MLA-മാർക്ക് കൊടുത്തു. നുണയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചാൽ ഇവർക്ക് സ്പീക്കർക്ക് ഒരു നോട്ടീസ് കൊടുക്കാതെ? അപ്പൊ ഇതൊക്കെ പച്ചക്കള്ളങ്ങൾ ഇതിന് വിളമ്പുമ്പോൾ ഇവിടെ മുഹമ്മദ് ഷാ പറഞ്ഞത് എന്റെ അന്തംപടിയിൽ ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പൊ ഇവരെന്തിനാ കേരളം ഭരിക്കുന്നത്? അതേ അടൂർ പ്രകാശ് ഇപ്പോൾ നാളെ 10ാം വർഷത്തിലേക്ക് നിങ്ങളുടെ ഭരണം എത്തുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അതിനു മുമ്പത്തെ 5 വർഷത്തെ ആരോപിച്ച് അന്തം വിടുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് അന്തം വിടാതെ നടപടിയെടുക്കാനുള്ള വർഷം അവസാനിക്കാറായിരുന്നേ. അല്ല, മുഹമ്മദ് ഷാ പറഞ്ഞാൽ വെളുപ്പിക്കേണ്ട ജനം എല്ലാം കേട്ട് അല്ല മുഹമ്മദ് ഷാ എന്നോടാ ചോദ്യം. അങ്ങ് ഞാൻ ഇടയ്ക്ക് കയറാതെ അങ്ങ് പറഞ്ഞതല്ല എയറിലായി കഴിഞ്ഞു. അതായത് അങ്ങ് എന്താ പറഞ്ഞത്? LDF സർക്കാർ ജനങ്ങളോട് നീതിയില്ല. നിങ്ങൾ എവിടെയായിരുന്നു 4.5 വർഷക്കാലം? ഈ ചെറുപ്പക്കാർ നീതി കൊടുത്തോ? അതൊരു മന്ത്രി, ആ മന്ത്രി ഇപ്പോൾ MP 2 ദിവസം കഴിയുമ്പോൾ കേരളത്തിൽ വന്ന് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എന്താ പറയുക കൈയഴിച്ചു വിട്ടിരിക്കുകയാണ്, പോലീസിനെ മർദ്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാളെ ചിലപ്പോൾ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനോദ്ഘാടനം ചെയ്യും. ആ മനുഷ്യനെയൊക്കെയാണോ നിങ്ങൾ ഇവിടുന്ന് ന്യായീകരിക്കുന്നത്? നിങ്ങൾ ആലോചിക്കുക, അടുത്ത പ്രാവശ്യം കോന്നി നിൽക്കാൻ പോകും, കോന്നിലെ ജനങ്ങൾ മറുപടി കൊടുത്തോളും. ജീവിച്ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരോട് പറയുന്നു 4.5 വർഷക്കാലം എനിക്ക് നീതി കിട്ടിയില്ല. ഞാൻ ഈ സർക്കാർ വന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി കൊടുത്തപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നടപടി എടുക്കാനായിട്ട് ഓർഡർ കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ വിഷ്വൽസ് പുറത്തു കൊണ്ടുവന്നത് ആ ചെറുപ്പക്കാരൻ നീതി കിട്ടിയ ഒരു സർക്കാരാണ് ഭരിക്കുന്നത്. അല്ല, നിങ്ങൾ എവിടെയായിരുന്നു 4 വർഷം? പറയൂ. നിങ്ങളുടെ DGP അല്ലേ റിപ്പോർട്ട് കൊടുത്തത്? നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ ചിരിക്കുന്നത് സൈക്കിളിൽ ചിരിക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കൂ, ഈ 9ാം വർഷം ഈ പോലീസിന്റെ ക്രിമിനൽ നടപടികളുടെ ദൃശ്യങ്ങൾ കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, 2023 ദൃശ്യങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് പഴയ ദൃശ്യങ്ങളാണ് എന്ന് പറഞ്ഞത് EP ജയരാജനാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞു. മന്ത്രി ശിവൻകുട്ടി ഇന്നലെയും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മന്ത്രിമാരും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടല്ലല്ലോന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇന്നൊക്കെ അദ്ദേഹം അത് മാറ്റി ഒരു വാചകം മാറ്റി പറഞ്ഞതാണ്. നടപടി ഉണ്ടാകും, കർശന നടപടി ഉണ്ടാകും. ഈ വാചകം ഒരു ക്ലീശയ വാചകമല്ലേ? എന്ത് നടപടിയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്? ഇപ്പോൾ ഇരിക്കുന്ന പഴയ SFI നേതാവ് പോലും 13 വർഷമായിട്ട് ഇതിപ്പോൾ പോരാട്ടത്തിലാണ്. 13ാമത്തെ വർഷമാണ്. ഇപ്പോൾ തന്റെ സർക്കാരാണ് എന്നുള്ള ആത്മവിശ്വാസത്തിലാണ്, നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. DYSP സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ പ്രത്യേകത, ഭാഷയുടെ മനോഹരമായ ഭാഷയൊക്കെ ഇപ്പം നമ്മൾ അല്പം മുമ്പ് കേട്ടതാണ്, മ്യൂട്ട് ചെയ്ത് കേട്ടതാണ്. ഇതാണ് DYSP ആയി നിൽക്കുന്ന മധു. അതോടൊപ്പം രതീഷ് ഇപ്പോൾ ഞങ്ങളോട് പ്രതികരിച്ചിരുന്നു. രതീഷ് പറയുകയാണ്, എനിക്കെതിരെ അന്ന് നടപടി ഉണ്ടായല്ലോ, എനിക്കെതിരെ അന്ന് നടപടി ഉണ്ടായതാണല്ലോ എന്ന്. എന്ത് നടപടി? അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റമാണ്, കടവന്ത്ര പോലീസ് സ്റ്റേഷനിലുണ്ട്. അല്ല, ഞാനൊരു കാര്യം പറയാം. ഇത് കേട്ടോ വിത്ത് ഡ്യൂ റെസ്പെക്ട്, സ്മൃതിയുടെ അടിയിൽ അവതാരകൻ എഴുതരുത്, UDF വ്യക്താവെന്ന് എഴുതി വെക്കണം. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞതല്ല ഇത്ര വിചിത്രമായ രീതിയിൽ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഞങ്ങളെ പോലുള്ള അല്ലല്ല ഞാൻ സർട്ടിഫിക്കറ്റ് പറഞ്ഞതല്ല, കാരണം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നില്ല. ഇടതുപക്ഷത്തിന്റെ ആരെങ്കിലും വന്നിട്ടുണ്ട് സ്മൃതി പറയിപ്പിക്കുന്നില്ല. ഈ പറയുന്ന 4.5 വർഷക്കാലം
UDF ആണ് ഭരിക്കുന്നതെങ്കിൽ UDF-നോടാണ് ചോദ്യം. ഇപ്പോൾ LDF ആണ് ഭരിക്കുന്നത്. ഇത് 9ാം വർഷമാണ്, 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങളോടാണ് ചോദ്യം, നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയോടാണ് ചോദ്യം, ഇവിടുത്തെ മുഖ്യമന്ത്രിയോടാണ് ചോദ്യം. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാ സംഭവിച്ചു. അത് ചോദിക്കാനുള്ള അവകാശം ഒരു മാധ്യമപ്രവർത്തകർക്കുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്മൃതി എന്തുകൊണ്ടാണ് 2012 തല്ലിച്ചതച്ച ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ എന്തുകൊണ്ട് നീതി കൊടുത്തില്ല? എന്തുകൊണ്ട് ചോദിച്ചില്ല? ഇന്നിപ്പോൾ ഇതാണ് ചോദ്യം. അല്ല, ഇപ്പൊ ചോദിക്കാൻ ഞാൻ ഇപ്പോഴല്ലേ രോഗം കേട്ടത്. ഞങ്ങൾ ഒരു നടപടി എടുക്കൽ നിങ്ങൾ വേണം എടുത്തോളാം പറഞ്ഞ ബഹുമതി സാഹിബ് നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചില്ല? അന്നവിടെ കിടക്കട്ടെ. അന്നിവിടെ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ കാര്യം പറയൂ. അതൊക്കെ ഞങ്ങൾ പറയും. ഇത് കേരളം എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്നത് എത്യോപ്യ ഉഗാണ്ടയല്ല. തൽക്കാലത്തേക്ക് കേരളം എന്ന് പറഞ്ഞാൽ ബോർഡ് വെച്ച് ഭരിക്കുന്നതല്ല കേരളത്തിന്റെ ഭരണസമിതി. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. ഈ ഗവൺമെന്റ് ഉപദേശം നടപടി മനസ്സിലാക്കി തരൂ. 6 ദിവസമായിട്ട് ഇവിടെ കേരളത്തിൽ ദൃശ്യങ്ങൾ വരുന്നു. പ്രതിപക്ഷം തെരുവിലാണ്. ആളുകൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ ദൃശ്യങ്ങൾ വരുന്നു. വിവരാവകാശ രേഖയിൽ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ട് മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് പോലീസിന്റെ സർക്കുലർ അടക്കം ഇപ്പോൾ പുറത്തു വരികയാണ്. ഇവിടെ മുഴുവൻ ആളുകളും പ്രതികരിച്ച് പുറത്തു വരുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രിക്ക് മൗനമാണ്. മുഖ്യമന്ത്രി ആവശ്യത്തിനൊക്കെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ശക്തമായി പ്രതികരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. പുഴുക്കുത്തുകളെ കളയുമെന്ന് പറയുന്നത് മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ. രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് രക്ഷാപ്രവർത്തനമാണോ, പുഴുക്കുത്തിലെ കളയലാണോ? എന്താണ് ഒരു വ്യക്തത വേണമല്ലോ. ചോദിച്ചൂടെ? അല്ല, സ്മൃതി ഇങ്ങനെ പ്രസാദം നടത്താതെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന വ്യക്തി എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ അടുത്ത് രാവിലെ വന്നിട്ട് നിങ്ങളുടെ ഡെസ്കിലോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനോ മുമ്പിൽ വന്നിട്ട് എന്ന് രാവിലെ അഡ്വക്കേറ്റ് CR നീലകണ്ഠൻ, ഇപ്പോൾ ഓരോ കേസും പരിശോധിക്കുമ്പോൾ താഴെത്തട്ടിലുള്ള പോലീസുകാരെ സംരക്ഷിക്കാൻ അതിന് മുകളിൽ ഒരു പോലീസ് സംഘം ഉണ്ടാകും, അതിന് മുകൾ തട്ടിൽ മറ്റൊരു പോലീസ് സംഘം ഉണ്ടാകും. ഇങ്ങനെ മേൽത്തട്ടിലേക്ക് അതൊരു ചങ്ങല പോലെ നീളുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ശിക്ഷിക്കേണ്ടതില്ല എന്നതൊരു പൊതു നിലപാടായി വരികയാണ് പല കേസിലും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാത്ത റിപ്പോർട്ടുകൾ വരുമ്പോഴും അത് മുകളിലേക്ക് എത്തുമ്പോൾ അതിൽ നടപടിയില്ലാതെ പോകുന്നതാണ് നമ്മൾ ചില കേസുകളിലെങ്കിലും കണ്ടത്. അപ്പോൾ പിന്നെ സർക്കാരിന് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാനാകുമെന്നൊരു ചോദ്യമുണ്ടോ? എവിടെ നിന്ന് തുടങ്ങണം? ഇല്ലല്ല, സർക്കാരിന് ചെയ്യാനാവുന്ന ചോദ്യമൊന്നുമില്ല. അല്ല, അവിടെ തുടങ്ങേണ്ടത് മോളിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ സർക്കാരിന് ഞാൻ വിചാരിക്കുന്നത് ഈ പറഞ്ഞ ഇരകളെല്ലാം തന്നെ മുഖ്യമന്ത്രിക്കും DGP-ക്കും പരാതി കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ടേബിളിൽ അല്ലെങ്കിൽ DGP-യുടെ ടേബിളിൽ അങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ ആ പരാതിയുടെ സത്യാവസ്ഥ അപ്പം തന്നെ അന്വേഷിക്കാൻ അതിന് വിശ്വസ്തരായ ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിക്കണം. ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് കിട്ടിയാൽ ആ റിപ്പോർട്ട്, കാരണം കേരള പോലീസിന്റെ ഘടനയെക്കുറിച്ചൊക്കെ 10ാമത്തെ വർഷത്തിൽ ഭരണം നടത്തുന്ന ഒരു ഗവൺമെന്റിലെ ആഭ്യന്തര വകുപ്പിനോട് അതിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, പ്രത്യേകിച്ച് CPM പോലെ ഒരു കക്ഷിക്ക് കൃത്യമായി അവർക്ക് ഇതിൻ്റെ സ്ട്രക്ചർ അറിയാവുന്ന ആളുകളാണ്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട. ഞാൻ പറഞ്ഞത് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ മുകളിൽ നിന്ന് ചെയ്ത സഹായത്തിൻ്റെ കഥകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏത് സെക്രട്ടേറിയറ്റിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്ര പരാതി കിട്ടിയിട്ടുണ്ട്? ആ പരാതി മുഖ്യമന്ത്രി ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? എനിക്ക് അതെന്തോ ആവട്ടെ, ആ പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പരാതി അന്വേഷിക്കാൻ വേണ്ടി ഒരു കുറിപ്പങ്ങോട്ട് കൊടുക്കുകയാണ്. അതിനുവേണ്ടി കൃത്യമായി ഇത് അന്വേഷിച്ച് വന്നോ, റിപ്ലൈ വന്നോ, ആ റിപ്ലൈ എന്താണ്? ഇപ്പോൾ ഈ കേസിൽ തന്നെ എന്താണ് ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ള കാര്യം? ഈ ഉദ്യോഗസ്ഥർ ഇപ്പം 4 ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കുമെന്ന് റെജി ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞു. 4 ഉദ്യോഗസ്ഥരൊന്നും പോരാ. ഈ ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ച് റിപ്പോർട്ട് എഴുതിയ മുഴുവൻ ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കപ്പെടണം. അത് ചെയ്യില്ല. ഇപ്പം ഒരു SIയോ 2 ഉദ്യോഗസ്ഥന്മാരോ വിട്ടുപോയാൽ കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രീജിത്തിനെ തല്ലിക്കൊല്ലാൻ നേതൃത്വം നൽകിയത് അന്നത്തെ ഒരു SP ആണ്. SP അദ്ദേഹം കോഴിക്കോട് സിറ്റി കമ്മീഷണറായിട്ട് റിട്ടയർ ചെയ്തു. മുഹമ്മദ് ഷായ്ക്കൊക്കെ അറിയാം, ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ല. കോഴിക്കോട് സിറ്റി കമ്മീഷണർ റിട്ടയർ ചെയ്തു. ഇപ്പോൾ കുന്നംകുളത്തെ കാര്യം നേരത്തെ പറഞ്ഞു, കുന്നംകുളം പഴയ കേസുകൾ. ആ കേസിൽ കൊടുത്ത ആൾ ഇപ്പോൾ IPS എടുത്ത് SP ആണ് കേരളത്തിൽ. അയാൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം, വേറെ ആരും പറയണ്ട. കുന്നംകുളത്തെ കേസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. 30 വർഷമായി അയാൾക്കെതിരെ കേസെടുക്കാൻ ഒരു അനുമതി കിട്ടാനാണ് നമ്മൾ പോയത്. ഒരു CMP കൊടുക്കണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ സർവേ ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അനുമതി കിട്ടണം. അനുമതി നിഷേധിക്കണമെങ്കിൽ മുകളിലുള്ള ഉദ്യോഗസ്ഥർ പോരാ. അതിന് ആഭ്യന്തര സെക്രട്ടറി അറിയണം, മന്ത്രി അറിയണം. ഏതെങ്കിലും കുറച്ച് പോലീസുകാർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. ചില കാര്യങ്ങൾ ഒതുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ജില്ലാ സൂപ്രണ്ട് പറഞ്ഞു, അങ്ങോട്ട് കൊടുത്തു. പക്ഷേ ഒരു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടിയാൽ, അങ്ങനെയാണല്ലോ അദ്ദേഹം ഓരോ ഫയലും ഒരു ജീവിതമാണെന്ന് പറഞ്ഞ ആളല്ലേ, ഒരു പരാതി കിട്ടിയാൽ
ആ പരാതി എത്രത്തോളം പോയി എന്ന് അന്വേഷിക്കണം. എനിക്ക് ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് റെജി ലൂക്കോസിനോട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, മോഡി പറയുന്ന മാതിരി പിണറായി വിജയൻ പറയരുതെന്ന്. കാരണം നെഹ്റുവിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇന്ത്യയിൽ ഇത്ര കുഴപ്പമുണ്ടായത്, ഞങ്ങൾ വന്നതിന് ശേഷമാണ് എന്നൊന്നും നമ്മൾ പറയരുത്. കാരണം ഇപ്പോൾ 2 ടേമായി ഒരു ഭരണം നടക്കുക. ആ കാലത്ത് നമ്മൾ ഇനി പഴയ ഗവൺമെൻറ് മോശമായതുകൊണ്ടല്ലേ നാട്ടുകാരെ അതിനെ പിരിച്ചുവിട്ടതും ഈ ഗവൺമെൻറ് രണ്ടാമത് തിരഞ്ഞെടുത്തതും. അപ്പോൾ അത് തെറ്റ് ചെയ്യാൻ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ജയകൃഷ്ണൻ എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് ഇപ്പോഴേ പരാതി ഈ വിവരം അറിയുള്ളൂ. ഇതിനു മുമ്പ് ജയകൃഷ്ണൻ പരാതി കൊടുത്തിട്ടില്ല. ഇത് ഈ DGP സെൻകുമാർ എത്ര ദിവസം ഇവിടെ ഇരുന്നു? ബാക്കി കാലം ഇവിടെ എത്ര DGPമാർ വന്നു? അങ്ങനെ ഒരാൾക്ക് അത് പൂഴ്ത്തി വെക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് അവിടെയാണ് പ്രശ്നം. അപ്പോൾ മോളിൽ നിന്ന് തന്നെ തുടങ്ങണം. മോളിൽ നിന്ന് ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ എന്തിനാ ആളുകൾ മുഖ്യമന്ത്രിക്ക് പരാതി അയക്കുന്നത്? നമ്മളൊരു പ്രതീക്ഷയിലല്ലേ ഈ ഉദ്യോഗസ്ഥന്മാരിൽ കള്ളന്മാരുണ്ട്, ഇവർ അഴിമതി നടത്തും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ കിട്ടിയ പരാതിയിൽ ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്ര പരാതികൾ വരുന്നുണ്ടാവും? ഇത് ഓരോന്നും സ്വയം നോക്കി പോവുക എന്നുള്ളതൊന്നും പ്രായോഗികമല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് അതിലൊരു ശ്രദ്ധ ആയിട്ടുണ്ടാവുക? അങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ടല്ലോ, അതും ഒരു പ്രായോഗികമായ ഒരു പ്രശ്നമായിട്ട് പറയാം. അല്ലല്ല, സ്വയം നോക്കൊന്നും വേണ്ട. മുഖ്യമന്ത്രി പോയി അന്വേഷിക്കാനൊന്നുമല്ല ഞാൻ പറഞ്ഞേ. മുഖ്യമന്ത്രിക്ക് കൃത്യമായും ഇന്ന ഉദ്യോഗസ്ഥർ, ഏറ്റവും വിശ്വസ്തരായ ഉദ്യോഗസ്ഥരുണ്ടാവും ഈ കാര്യത്തിൽ. അവർക്ക് ഈ പോലീസ് നിങ്ങൾ ചോദിച്ചോളൂ, ആഭ്യന്തര വകുപ്പ്, നമ്മളിപ്പോൾ രഹസ്യരേഖയോട് പറയില്ലായിരിക്കും. കൃത്യമായി അവർക്ക് വിശ്വസ്തതയുള്ള, ഞാൻ രാഷ്ട്രീയ വിശ്വസ്തതയല്ല കേട്ടോ പറയുന്നത്, റെക്കോർഡുള്ള ഇംപെക്കബിൾ റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് പോലീസിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെയിലുണ്ട്. ചില കേസ് വരുമ്പോൾ അവരെ മാത്രമേ അന്വേഷിക്കാൻ വിടും, ചില കേസ് തിരിച്ചും വിടും, അത് വേറെ കാര്യം, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. രാഷ്ട്രീയ താല്പര്യമുള്ള കേസുകളാണെങ്കിൽ അങ്ങനെ പോകും. രാഷ്ട്രീയ താല്പര്യമുള്ള കേസുകൾക്ക് അപ്പുറത്താണ് അല്ലാത്ത കേസുകൾ. ഇപ്പോൾ കോൺഗ്രസ് നേതാവിനെ അടിച്ചതും രാഷ്ട്രീയ താല്പര്യം കൊണ്ടാണെന്നും ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഭരണകക്ഷി അല്ലെങ്കിൽ 2 അടി കൂടുതൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടോ പോലീസ് ഉദ്യോഗസ്ഥൊന്നും അറിയില്ല. അതുകൊണ്ടാണോ അയാൾ സംരക്ഷിക്കപ്പെട്ടതെന്നും അറിയില്ല. അതിൻ്റെ കഥ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ആ ആരോപണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ തുടങ്ങേണ്ടത് മോളിൽ നിന്ന് തന്നെയാണ്, താഴെ നിന്നല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു, സുജിത്തിൻ്റെ കേസിൽ 4 ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ടു തന്നെ വയ്ക്കുക. അതുകൊണ്ട് എന്താ കാര്യം? ഈ 4 ഉദ്യോഗസ്ഥന്മാരെ ഇത്രയും കാലം സംരക്ഷിച്ചതാരാന്നേ? അയാൾ ആ 4 പേരല്ലല്ലോ അവരെ തന്നെ സംരക്ഷിച്ചത്. അവിടെ SP ഉണ്ടായിരുന്നു, അതിൻ്റെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്, എത്ര സ്റ്റെപ്പ് ഉണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ. ഇവരെല്ലാവരും ഇത് ഒളിപ്പിച്ചു വെച്ചോ? എല്ലാവരും ഇത് ചേർന്നോ? അല്ലെങ്കിൽ ആരാണ് ചേർന്നത്? ആ ഫയൽ വന്ന വഴി ഏതാ? ആ ഫയൽ വന്ന വഴി അന്വേഷിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ജോലിയാണ്. മുഖ്യമന്ത്രിയുടെ എന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ ജോലിയാണ്. ഞാൻ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ക്ഷമിക്കണം, അദ്ദേഹം വ്യക്തിപരമായി പോയി എല്ലാ ഫയലും നോക്കണമെന്നൊന്നുമല്ല. പക്ഷേ അദ്ദേഹത്തിന് ആ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ആ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് വന്നു, ഈ 4 ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് നാളെ കയ്യടി കിട്ടി, അത് പോരാ. അതല്ല, ഇനി വേറെ ആളുകൾ ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഈ സസ്പെൻഷൻ നടപടിയല്ല, സസ്പെൻഷൻ എങ്ങനെ നടപടിയാകുന്നു എന്നുള്ളതാണ്. സസ്പെൻഷൻ നടപടിയല്ലോ, പിന്നീട് തിരിച്ചു കയറുകയും ചെയ്യും. ആദ്യം ഈ വാർത്ത വന്ന സമയത്ത് ട്രാൻസ്ഫർ നടപടിയല്ലാന്ന് കോടതി നിരവധി വിധികളുണ്ട്. അതെ, അല്ല അതാ ഞാൻ പറഞ്ഞു, നിരവധി വിധികളുണ്ട്. സസ്പെൻഷൻ ട്രാൻസ്ഫർ ഒന്നും ഒരു ശിക്ഷാ നടപടിയുടെ ഭാഗമായി കണക്കാക്കാൻ പാടില്ല. പല കേസുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ശിക്ഷാ നടപടി എന്ന് പറയും, ജില്ലയിൽ തന്നെ വിവിധ സ്റ്റേഷനിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി കൊടുക്കും, എന്നിട്ട് ശിക്ഷാ നടപടി എടുത്തു എന്ന് പറയുകയും ചെയ്യും. ഇത് പല കേസുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.
അവസാനമായി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, റിജി ലൂക്കോസ് അങ്ങേക്ക് മറുപടി നൽകാം. അല്ല, thank you. ഞാൻ പറഞ്ഞത് ഒറ്റ ഇവിടെ കാര്യമുള്ളൂ. റെജി നമ്മൾ ലൂക്കോസ് ശ്രദ്ധിക്കേണ്ട പറയുന്നത് കാര്യം, ഒരു റെജി ലൂക്കോസ് പറഞ്ഞത് മുഹമ്മദ് ഷാ. ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞത് റെജി ലൂക്കോസിന്റെ പറഞ്ഞത് ചോദ്യം റെജി ലൂക്കോസ് ഒറ്റ അല്ല, ചോദ്യം മുഹമ്മദ് ഷായോടാണ്. 9 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഗവൺമെന്റ് ചെയ്യേണ്ട ആക്ഷൻ 9 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റിനോട് ഇന്ന് ആക്ഷൻ നടത്താൻ വേണ്ടി പറയാൻ റെജി ലൂക്കാസിന് കഴിയുന്നുണ്ടെങ്കിൽ അത് റെജി ലൂക്കോസിന് മറുപടി ഇല്ലാത്തതുകൊണ്ട് മാത്രം പറഞ്ഞു പോയ ഒരു മറുപടിയായിട്ട് ഞാൻ കാണുകയാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഇപ്പൊ ഇടിയൻ പോലീസിനെ കൈ കിട്ടിയാൽ അവരെ എങ്ങനെ ഉപയോഗിക്കാം, എവിടെ ഉപയോഗിക്കാം എന്നുള്ള റിസർച്ചാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അക്രമികളായ പോലീസുകാരെ കുറിച്ച് പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പോലീസ് ഓഫീസർമാരെ നമുക്ക് ഉപയോഗപ്പെടുത്താമല്ലോ എന്ന് ഗവൺമെന്റ് ചിന്തിക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. രണ്ടാമത്തെ ഒരു ഇഷ്യൂ, മറ്റൊരു ഇഷ്യൂ, താമിർ ജെഫ്രിയെ ലോകപ്രദർശനം നടത്തി കൊന്ന നമുക്കറിയാമല്ലോ. ആ താമിർ ജെഫ്രിയുടെ കേസിൽ CBI ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്ന പണി എന്താണെന്നറിയോ? സീനിയർ ഓഫീഷ്യൽസിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഞാനിപ്പോൾ അതിനെ പറ്റിയുള്ള പെറ്റീഷൻ അടിച്ചുകൊണ്ടിരിക്കുക. സീനിയർ ഓഫീഷ്യൽസിനെ പ്രൊട്ടക്ട് ചെയ്ത് റിപ്പോർട്ട് കൊടുത്തിരിക്കുക. എന്ത് കോൺഫിഡൻസ് ആ മനുഷ്യന് കിട്ടുന്നത്? നമ്മുടേത് രാഷ്ട്രീയത്തിന് അതീതമായി നോട്ട് ജനകീയ വിഷയമായി ഇതിനെ കാണാൻ നമുക്ക് കഴിയണം. ഞാൻ റെജി ലൂക്കോസിനോട് റിക്വസ്റ്റ് ചെയ്യാണ്. റെജി ലൂക്കോസ് ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളിൽ ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രശ്നമാണ്. ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയമാണ്. നമുക്ക് സ്വാധീനമുള്ള ആളുകൾക്ക് രക്ഷപ്പെടാൻ ഒരുപാട് വഴികളുണ്ടാവും. സാധാരണക്കാരുടെ സ്ഥിതി അതല്ല. എത്രയോ ആളുകൾ എൻ്റെ മുമ്പിൽ നേരത്തെ CR പറഞ്ഞതുപോലെ എത്രയോ വിഷയങ്ങൾ ഞാനിതാ കണ്ണൂർ ഒരു മായിനലി, ആ പാവപ്പെട്ട മനുഷ്യൻ റോഡിൽ കൂടെ നടന്നു പോയതാ. അയാളെ പിടിച്ച് അകത്തോട്ട് കൊണ്ടുപോയി. ഇപ്പൊ സാങ്ഷൻ കിട്ടില്ല, സർക്കാർ സാങ്ഷൻ തരില്ല പോലീസ് ഓഫീസർക്കെതിരെ. അയാളുടെ നഖങ്ങൾ ചവിട്ടി പിടിച്ച് നഖം എല്ലാം അരച്ചെടുത്തോട്ട് പോയി. ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്ത ആളാ. അപ്പൊ ഇവരൊക്കെ എവിടെ പോകും? അവർക്ക് പണമില്ല, ഒരു വക്കീലിനെ കാണാൻ പോലും അവരുടെ പൈസ ഇല്ല. അവരെവിടെ പോകും? ആ ഗതികേടിനെ നമ്മൾ അഡ്രസ് ചെയ്യണ്ടേ? നമ്മളെ പോലെ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ എന്റെ ഗവൺമെന്റാണ് ചെയ്യുന്നതെങ്കിൽ ആ ഗവൺമെന്റിനെ തിരുത്താൻ ഞാൻ തയ്യാറാകണം. ആ തെറ്റാണ്, ഇയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ കഴിയില്ല എന്ന് നമ്മൾ ഉള്ളിലെങ്കിലും പറയണ്ടേ? നമ്മുടെ അകത്ത് പറയണ്ടേ? അത് അവർ തിരുത്തപ്പെടേണ്ടതാണ്. പാവപ്പെട്ടവരെ ഉപദ്രവിക്കുന്ന ഓഫീസർമാരെ നോക്കട്ടെ, എത്രയോ നല്ല മെറ്റിക്കുലസ് ആയിട്ട് നല്ല രീതിയിൽ മാന്യമായി പ്രവർത്തിക്കുന്ന എത്രയോ ഓഫീസർമാരുണ്ട്. അവരുടെ എല്ലാം മുറയിൽ പോവില്ലേ? നമ്മൾ ഇവർക്കെതിരെ ചർച്ച ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവുന്ന പോലെ തെറ്റണ്ടേ? ആ ഉദ്യോഗസ്ഥന്മാരും ഇതിൽപ്പെട്ടവരാണെന്ന് ജനങ്ങൾ കരുതില്ലേ? നേരത്തെ CR പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പേടിക്കുന്നത് എല്ലാ പോലീസുകാരെയും പേടിച്ചിട്ടല്ല, ഈ അക്രമികളെ പേടിച്ചിട്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കി തിരുത്തുന്നതിന് വേണ്ടി ഈ ചർച്ച ഉപയോഗമാകട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. ശരി, നമ്മുടെ സമയം പൂർണ്ണമായി കഴിഞ്ഞതുകൊണ്ടാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, റിജി ലൂക്കോസ്, അഡ്വക്കേറ്റ് CR നീലകണ്ഠൻ, ജയകൃഷ്ണൻ തണ്ണിത്തോട്.